നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തുള്ള ദിനേശ്. വർഗീയതയെക്കുറിച്ച് സിംബാബ്വേയുടെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ ഒരു മനോഹരമായ പ്രസംഗം നടത്തിയിട്ടുണ്ട്. വെളുത്ത നിറമുള്ള കാറിന് കറുത്ത നിറമുള്ള ടയർ ഉപയോഗിക്കുന്ന കാലം അത്രയും വംശീയത തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് മുഗാബെ പറഞ്ഞത്. വെളുപ്പ് സമാധാനത്തിൻ്റെയും കറുപ്പ് അശാന്തിയുടെയും പ്രതീകമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന കാലത്തോളം വംശീയത നിലനിൽക്കുമെന്നും റോബർട്ട് മുഗാബെ പറഞ്ഞു. മംഗല്യത്തിന് വെളുത്ത വസ്ത്രവും ദുഃഖസൂചകമായി കറുത്ത തൂവാലയും ഉപയോഗിക്കുന്നിടത്തോളം കാലം വംശീയത അതിൻ്റെ പാരമ്യതയിൽ തന്നെ നിൽക്കുമെന്നാണ് മുഗാബെ പറഞ്ഞത്. ബ്ലാക്ക് മണിയും ബ്ലാക്ക് ലിസ്റ്റും ബ്ലാക്ക് മാർക്കും നെഗറ്റീവ് അർത്ഥം കൈയാളുന്ന കാലത്തോളം വംശീയത അവസാനിക്കുമെന്ന് പ്രത്യാശിക്കാൻ വകയില്ല എന്നാണ്, അല്ലെങ്കിൽ ആവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹം ഒരു പാരഗ്രാഫൂടെ പറഞ്ഞു. പക്ഷേ എൻ്റെ കറുത്ത ചന്തി ശുദ്ധിയാക്കാൻ വെളുത്ത ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന കാലത്തോളം ഞാനതൊന്നും കാര്യമാക്കുന്നില്ല എന്നാണ് കറുത്ത വർഗ്ഗക്കാരുടെ പ്രതീകമായ റോബർട്ട് മുഗാബെ എന്ന് പറഞ്ഞ സിംബാബ്വേയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചത്. ഒരാവശ്യമില്ലാതെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ഒരു തള്ള കിടന്ന് കാണിച്ച അട്ടഹാസവും ആ അട്ടഹാസത്തിന് കേരളം ഒറ്റക്കെട്ടായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മലയാളിയെക്കുറിച്ച് തോന്നിയ ഏറ്റവും വലിയ അഭിമാനം. ഒരാളും മറന്നു നിന്നില്ല. രാഷ്ട്രീയമായ കണ്ണിലൂടെ ആരും അത് കണ്ടില്ല. അത് പ്രതികരിക്കേണ്ടവരെല്ലാം പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാത്ത നമ്മുടെ സിനിമാ നടി മല്ലിക ചേച്ചി പോലും നല്ല കൃത്യമായി മറുപടി പറഞ്ഞു. കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞൊരു മഹതി ഉണ്ടായിരുന്നു, അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മിയാണ് ഈ വാചകം അടിച്ചത്, ഈ സ്ത്രീക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നിയെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മല്ലിക ചേച്ചി പറഞ്ഞു. കറുപ്പും വെളുപ്പും കാഴ്ചയുടെ പ്രശ്നമല്ലേ സത്യഭാമയെ എന്നാണ് പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ജോയ് മാത്യു ചോദിച്ചത്. വിവരവും വിവേകവുമാണ് മനുഷ്യർക്ക് വേണ്ടത്. അങ്ങനെ ഒരാൾ ഉന്നതനായ ഒരു കലാകാരൻ കൂടിയാവുമ്പോൾ അയാൾക്ക് കറുപ്പും വെളുപ്പും അല്ല 7 അഴകായിരിക്കുമെന്നാണ് ജോയ് മാത്യു പറഞ്ഞത്. മഹാനടൻ സത്യൻ, നമ്മുടെ പ്രിയപ്പെട്ട സത്യമാഷ്, കറുത്ത നിറമായിരുന്നല്ലോ. സത്യമാഷിൻ്റെ നായികയായിട്ട് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്നത്, അവരെ കലാമണ്ഡലം എന്നുള്ള പേര് സർക്കാർ അല്ലെങ്കിൽ ഇനിയൊരു പുതിയ നിയമം കൊണ്ടുവരണം. കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരാരും ഇനി പേരിൽ ഇത് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഇതുപോലുള്ള തല്ലിപ്പുളികൾ കലാമണ്ഡലത്തിൻ്റെ പേര് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ സ്ഥാപനത്തിനാണ് മോശം. ഇന്നലെ ആരോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഡിപ്ലോമ എന്തോ തേങ്ങ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുമെന്ന്. അങ്ങനെ കലാമണ്ഡലത്തിൽ നിന്നും വള്ളത്തോളിനെ പോലൊരു മഹാകവി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെ ഇതുപോലുള്ള കൂതറകൾ സ്വന്തം പേരിൻ്റെ കൂടെ ഇട്ട് നശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കലാകാരൻ എന്ന നിലയിൽ ഞാൻ കലാകാരനായിട്ട് കുറേ കൊല്ലമായി. അപ്പം പ്രത്യേകിച്ച് സിനിമയിലൊക്കെ 41 കൊല്ലമായി. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പല ഘട്ടങ്ങളിലും, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ. കലാരംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജാതി, മത, രാഷ്ട്രീയ നിറം വെച്ചിട്ട് എന്തെങ്കിലും തരത്തിൽ ഒരു വ്യത്യാസമുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ കലാരംഗത്ത് മാത്രമാണ് അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്തത്. കഴിവ് തന്നെയാണ് പ്രധാനം. കഴിവില്ലെങ്കിൽ ഇനി എന്ത് കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ഇനി ഏത് ജാതിയായാലും മതമായാലും ഒക്കെ കലാകാരനല്ലാതാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ RLV രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നിറത്തിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ വിശദമായിട്ടുള്ള, പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാര്യം അയാൾ എത്രയോ ഡിഗ്രി എടുത്ത ആളാണ്, എത്രയോ റിസർച്ച് ചെയ്ത് PhD എടുത്ത ആളാണ്, എത്രയോ കാലമായിട്ട് നൃത്തം ചെയ്യുന്ന ആളാണ്. നൃത്തം ഒരു തപസ്യയായിട്ട് അതിനു വേണ്ടി ഒരുപാട് ഗവേഷണം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ താഴേക്കടയിൽ നിന്ന് കയറി വന്ന ഒരാളെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കലാകാരി അല്ലെങ്കിൽ കലാകാരൻ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്.
അയാളെ മനസ്സിടിച്ചിട്ട് അയാൾ എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഞാൻ ഇനി മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ലാഭം? അപ്പം ഇനി പിന്നെ നാട്യശാസ്ത്രത്തിൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു, ഞാൻ കുറച്ച് നാട്യശാസ്ത്രത്തിന്റെ ക്ലാസ്സും അതും ഇതൊക്കെ ഇങ്ങനെ ഏതെങ്കിലും കളർ അടിസ്ഥാനത്തിൽ ഭരതം ഇനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞായിട്ടുള്ള എനിക്ക് അറിഞ്ഞൂടെ, എന്റെ അജ്ഞത കൊണ്ടായി. പക്ഷെ സഹതപിക്കുക, അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഒറ്റപ്പെട്ട സംഭവമായിട്ട് എഴുതി തള്ളിക്കളയുക, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എത്ര വലിയ ലോകോത്തര നടന്മാര്, എഡ്ഡി മർഫി, സിഡ്നി പോയിറ്റർ, എല്ലാരും കറുത്ത മുഖമുള്ള ആൾക്കാരല്ലേ? അവരെയൊക്കെ ലോകത്തിനെ അത്ഭുതപ്പെടുത്തിയവല്ലേ? അപ്പൊ ഇവിടെ അങ്ങനെ കേരളത്തിലെങ്ങനെ വന്ന് ജനിച്ചിരുന്നെങ്കിൽ അവർ അന്നേ വീട്ടിൽ പോയിരുന്നതിനായിരുന്നു. അതൊന്നും നമ്മൾ കലാകാരൻ എന്നുള്ള രീതിയിൽ സമ്മതിച്ചു കൊടുക്കാനേ പാടില്ല. എന്ന് മാത്രമല്ല, രാമകൃഷ്ണൻ എന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഞാൻ കേട്ടെ, ഈ സത്യഭാമ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഐശ്വര്യ റോയേക്കാളും സുന്ദരിയാണ് ഞാനെന്നാണ് പറഞ്ഞത്. 66 വയസ്സായ എന്നെ കണ്ടില്ലേ എന്നാണ് ഈ തൈക്കളവി ചോദിക്കുന്നത്. 66 വയസ്സായിട്ട് ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ? ഒരു പോരിന് ഇനിയും അംഗത്തിന് ബാല്യമുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപാരമായി തുലുക്കട്ടി. ഞാൻ ആലോചിക്കുന്നത്, ഇവർക്ക് ഭർത്താവുണ്ടെങ്കിൽ അയാളും മകനുണ്ടെങ്കിൽ അയാളൊക്കെ എങ്ങനെ ആ വീട്ടിൽ സഹിച്ച് ജീവിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മരുമകളുണ്ടായിരുന്നത് എന്തോ സ്ത്രീധന പ്രശ്നം പറഞ്ഞ് കേസും കൊടുത്തിട്ട് പോയി, സഹിയിട്ട് പോയതായിരിക്കും ആ കുട്ടി. ആ കുട്ടിയുടെ ക്ഷമയ്ക്ക് നമസ്കാരം പറയണം. എങ്ങനെ ഇതുപോലുള്ള പെണ്ണും പിള്ളകളെ വീടുകളിൽ എങ്ങനെ ശിഥിലമായി പോകും കുടുംബം? അയ്യോ, വാ തുറന്നാൽ വിവരക്കേടല്ലാതെ പറയില്ല. അഹങ്കാരം, ധാർഷ്ട്യം, പുച്ഛം, സകലനെയും. ആ പത്രക്കാരെയൊക്കെ മലയാള ഭാഷയിൽ ഇപ്പം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച ഭാഷ വിളിച്ചില്ലെന്നേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് ഈ സ്ത്രീ എന്ന് വിളിക്കാൻ പാടില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീകളെയൊക്കെ നമ്മൾ വിളിക്കേണ്ടതാണ്. ഈ പെണ്ണും പിള്ള തൈക്കളവി സംബോധന ചെയ്യുന്ന പത്രക്കാരെയൊക്കെ മൈക്ക് മാറി അടിച്ചു കൊടുക്കട്ടെ എന്ന് തലയിൽ. കേസ് വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിക്കണ്ടേ? അയ്യോ, നീ ആര് കൈരളി ചാനലിൽ നിന്നാ, നിന്റെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അതിൽ ഏതോ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, മൈക്ക് മാർക്ക് മൂക്കാമണ്ടയിൽ അടിച്ചു കൊടുക്കണമായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, സത്യമാഷ് ജീവിച്ചിരുന്ന കാലത്ത് ഈ തൈക്കളവിയെ നായികയായിട്ട് വിളിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കിയേ. കറുപ്പിന് 7 അഴകുണ്ടെന്ന് ജോയ്മെത്തി പറഞ്ഞതുപോലെ സത്യമാഷിൻ്റെ കറുപ്പ് നിറത്തെ ആരെങ്കിലും മലയാളത്തിൽ മലയാളികൾ പുച്ഛിച്ചിട്ടുണ്ടോ? നമ്മുടെ ബുദ്ധിമാനായ ശ്രീനിവാസൻ, അദ്ദേഹം കറുത്തിട്ടല്ലേ? ഇന്ത്യയിൽ മറ്റാർക്കും നേടാൻ പറ്റാത്ത അത്ര കോടികൾ വാങ്ങുന്ന, പ്രതിഫലം വാങ്ങുന്ന രജനീകാന്ത് കറുത്തിട്ടല്ലേ? സഖാവ് EMS, ഈ വരേണ്യവർഗത്തിൻ്റെ സമുദായത്തിൽ പറഞ്ഞ ആളാണല്ലോ അദ്ദേഹം കറുത്തിട്ടല്ലേ? നെൽസൺ മണ്ടേല, ദക്ഷിണാഫ്രിക്കയുടെ വിമോചനത്തിന് വേണ്ടി ജീവിതകാലം അത്രയും പോരാടിയ നെൽസൺ മണ്ടേല കറുത്തിട്ടല്ലേ? എന്തിന്? പോപ്പ് സംഗീതത്തിൻ്റെ ഇതിഹാസ നായകൻ മൈക്കിൾ ജാക്സൺ കറുത്ത വർഗ്ഗക്കാരനല്ലേ? നമ്മുടെ ഫുട്ബോളിൻ്റെ കേരളത്തിലെ ഇതിഹാസം IM വിജയൻ കറുത്തിട്ടല്ലേ? ഇപ്പോൾ ഒരാഴ്ച മുമ്പ് വിവാദത്തിൽപ്പെട്ട വേറൊരു പെണ്ണുമ്പിള്ള. അയ്യോ, ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകണം എന്താണെന്നറിയോ? ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു, നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കുമെന്ന് ഞാൻ പറയും. നിങ്ങൾ നോക്കിയോ, 5-10 വർഷത്തിനുള്ളിൽ സാധാരണ പുരുഷന്മാരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയുള്ള നിയമ സംവിധാനം ഉണ്ടാക്കിയിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് ഈ ബഹളങ്ങൾ പോകൂ, ഈ കോലാഹലങ്ങൾ പോകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാഴ്ച മുമ്പല്ലേ ഒരു പെണ്ണുമുള്ള ഇതുപോലെ തന്നെ ഒരു തൈക്കളവി ജാസി ഗിഫ്റ്റിൻ്റെ മൈക്കിനെ പിടിച്ചു വാങ്ങിച്ചേ. പാടിക്കൊണ്ട് നിൽക്കുന്ന ജാസി ഗിഫ്റ്റിനെ ആ കോളേജിലെ ആമ്പിള്ളർ അല്ലെങ്കിൽ പെൺപിള്ളേർ ആമ്പിള്ളേരും ആവട്ടെ കൂവി വിളിപ്പിച്ചു. പക്ഷെ അതല്ലല്ലോ ചെരുപ്പൂരി എറിയണ്ടായിരുന്നു മോന്ത ഇടയ്ക്ക്. എന്താ ജാസി ഗിഫ്റ്റ് കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറുത്ത നിറക്കാരനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറുത്ത സമുദായത്തിൽ പിറന്നുകൊണ്ടാണ്? എന്താണ് നിങ്ങൾ ഈ കറുപ്പിനെ കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം? രജനീകാന്തിൻ്റെ പടത്തിൽ തന്നെ വെല്ലുവിളിച്ച വിനായകൻ, നമ്മുടെ സംസ്ഥാന അവാർഡടക്കം വാങ്ങിയ വിനായകൻ കറുത്ത വർഗ്ഗക്കാരനല്ലേ? ഒരു ന്യൂനപക്ഷം, വളരെ ന്യൂനപക്ഷമായ ആൾക്കാർ വിനായകനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വിനായകനെ മലയാളിക്ക് പ്രിയപ്പെട്ട നടനല്ലേ? വെളുത്ത് ആപ്പിൾ പോലെ ഇരിക്കുന്ന ഷീലാമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഷീലാമ്മയെ പോലെ സുന്ദരി. ഈ പറയുന്ന ഇപ്പം കാണുന്ന ഈ താടക ഷീലാമ്മയുടെ 7 അയലത്തൂരോ? ഷീലാമ്മ സത്യമാഷുമായിട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. ഈ കറുത്ത കരുവാട് പോലെ ഇരിക്കുന്ന ഇയാളോടെ ഞാൻ അഭിനയിക്കില്ല എന്ന് ഷീലാമ്മ പറഞ്ഞിട്ടില്ലല്ലോ. സത്യമാഷിൻ്റെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചതും ഷീലാമ്മയാണെന്ന് തോന്നുന്നു. അതിൽ ഓറഞ്ച് പോലെ ഇരിക്കുന്ന നമ്മുടെ പ്രേം നസീർ, അദ്ദേഹം സത്യം കറുത്തവനാണ്, ക്രിസ്ത്യൻ നാടാരാണ്, ഞാൻ അങ്ങേരോടൊപ്പം അഭിനയിക്കില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ബഹുമാനത്തോടെ മലയാള സിനിമ സത്യമാഷിനെ കണ്ടിട്ടുള്ളൂ. കറുത്ത കുട്ടികൾ നൃത്തത്തിൽ നിന്ന് ഒഴിവാകണം എന്നാണ് ഈ തള്ള പറയുന്നത്. രാമകൃഷ്ണൻ കാല് കവച്ച് വെച്ച്
മോഹിനിയാട്ടം കളിക്കുന്നെന്ന്. സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത സൈബർ കേസൊക്കെ ആവുമായിട്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. കവച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഇവരെന്തിനൊന്നും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നോക്കണേ. മോഹിനിയാട്ടം ഇയാൾ രാമകൃഷ്ണൻ RLV രാമകൃഷ്ണൻ വേദിയിൽ മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അയാളുടെ മുഖത്തെ ചലനങ്ങളൊക്കെ നോക്കിയിരുന്നാൽ പോരെ, അല്ലെങ്കിൽ കൈയുടെയും കാലിൻ്റെയും ദ്രുത ചലനങ്ങൾ നോക്കിയാൽ പോരെ. ഇവർ കാലിൻ്റെ അടി കയറി നോക്കണം എന്തിനാ? വൃത്തികെട്ട സ്ത്രീ. എനിക്ക് പുച്ഛം തോന്നുന്നു ആ സ്ത്രീയെക്കുറിച്ച്. എന്നിട്ട് കലാമണ്ഡലം എന്നുള്ളൊരു പേരും കെയർ ഓഫ് ആയിട്ട്. കലാമണ്ഡലംകാർ എത്രയും പെട്ടെന്ന് എടുത്ത് മാറണം. അവരിപ്പോൾ തന്നെ എന്തോ ഇറക്കിയിട്ടുണ്ട്, ഇൻഡാസ് ഇറക്കിയിട്ടുണ്ട്, ആ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. കാരണം നിങ്ങൾ ആലോചിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് ഡെമ്മി അല്ലെന്നേ, ഇതൊരു കൂതറ ഒരു പത്മശ്രീ വരെ വാങ്ങിയ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞൊരു വലിയ കലാകാരി ജീവിച്ചിരുന്ന നാട്ടിൽ അവരുടെ പേരുവിട്ടങ്ങ് ഇറങ്ങിയിരിക്കുക. അവർ മരിച്ചുപോയ അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ഈ കൂതറ ഇങ്ങനെ പേരിട്ടാൽ? ഇതൊരു ബോറെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇലക്ഷനായിട്ടാണെന്ന് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നിശബ്ദരാണ്, ആരും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ജാസി ഗിഫ്റ്റിൻ്റെ കേസിലായാലും ശരി, ഈ പറയുന്ന ഈ കൂതറയുടെ കേസിലായാലും ശരി, സംസാരിക്കണം. അതിൽ പുല്ല് 10 സീറ്റ് പോണെങ്കിൽ പോട്ടെന്ന് വെക്കണമെന്നേ. എവിടെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് ഞാൻ പറയും. അത്ര ധാർമ്മിക രക്ഷത്തോടെ ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇരിക്കപ്പുറത്തില്ല ആളുകൾ വിളിക്കുന്നത്. എനിക്ക് ട്രോളുകൾ അയച്ചു തന്ന് സത്യം പറഞ്ഞാൽ ചിരിച്ച് മണ്ണിപ്പിപ്പി. നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ വേറെ ഫോട്ടോ ഒന്നും അന്വേഷിച്ച് പോകണ്ട, അത്രയ്ക്കുള്ള ട്രോളുകളാണ് എനിക്ക് ആളുകൾ അയച്ചു തന്നത്. ഒരു നൃത്താധ്യാപകനുണ്ട്, ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആരാന്ന് ഞാൻ പറയുന്നില്ല, സുമേഷിന് അറിയില്ലെങ്കിലും ഞാൻ ഈ സംസാരിക്കുമ്പോൾ അത് ആരാന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഈ ചാലക്കുടിയിലുള്ള ആള് പയ്യൻ നൃത്താധ്യാപകനാണ്. ഏതോ ഒരു സ്ഥാപനത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം. ആ പഠിച്ച സാധനമൊന്നുമല്ല പുള്ളിക്കാരൻ ഇപ്പൊ കൈകാര്യം ചെയ്യും. ഇപ്പൊ പുള്ളിക്കാരൻ മോഹിനിയാട്ടമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാണ്ടല്ല, അതൊന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് ബാക്കി പറയാം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലും പെറ്റ തള്ള സഹിക്കില്ല. അത്രയ്ക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത്. മോഹിനിയാട്ടം കളിക്കുന്നത് മോഹിനി ആയിരിക്കണം, അല്ല മോഹൻ ആകരുത് എന്നാണ് അവർ പറയുന്നത്. ഞാൻ പഠിപ്പിക്കും, ഇനി ആര് വന്നാലും ശരി അവരെ ഞാൻ പഠിപ്പിക്കും, ഫീസും വാങ്ങും. പക്ഷെ മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് ഈ കറുത്ത കുട്ടികളോട്. അതുപോലെ പത്രക്കാരോട് ചോദിക്കുക, എൻ്റെ വീട്ടിൽ കയറി വരാൻ നിങ്ങൾ ആരാ എന്ന്. സ്വന്തം വീടുണ്ടെന്ന് കരുതി അവിടെ നിന്ന് എന്ത് അട്ടഹാസവും അപമാനവും പറയാമോ ആളുകളെക്കുറിച്ച്? അപഖ്യാതിയും പറയാമോ സ്വന്തം വീട്ടിൽ ഇരുന്ന്? അത് ഷൂട്ട് ചെയ്ത് കൊടുത്ത് പുറത്ത് വന്നാൽ വീട് അന്വേഷിച്ച് വരും. വീട് അന്വേഷിച്ചൊന്ന് ആരി തരേണ്ടാണെന്ന് ഞാൻ പറയും. ശുദ്ധ പോകൃത്തിലും കാണിച്ചിട്ട് പത്രക്കാരോട് ചോദിക്കുകയാണ്, ഇത് എൻ്റെ TCക്കകത്ത് കയറി നിന്ന് എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ നീ ആരടാ എന്നൊക്കെയാണ് ചോദിക്കണേ. ഈ പത്രക്കാർ ചെറുപ്പക്കാർ പിള്ളേരുടെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലുള്ള നാലാംകിട സ്ത്രീകളുടെ മുമ്പിൽ പോയി പാവം തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. ഇനിയും പറയുമെന്ന് അവർ പറയണേ. ഇനി പറഞ്ഞാൽ വിവരമറിയുമെന്ന് കേരള ജനത പറയണമെന്നേ. ഇവർ റോഡിൽ ഇറങ്ങാൻ പറ്റാതെ ആക്കണം. വീട്ടിനകത്ത് ജീവിതകാലം മുഴുവൻ വീട്ടിൽ. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴുള്ളൊരു പ്രശ്നം, മലയാളിക്ക് ഒരു ഇരട്ടത്താപ്പുണ്ട്. നാളെ മുതൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ കൂതറയുടെ വീട്ടിൻ്റെ നടയിൽ പോയി നോക്കൂ. മക്കളെ പഠിപ്പിക്കാനായിട്ട് കൊണ്ട് അങ്ങോട്ട് ചെല്ലും. ഓ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര മഹതി ഉണ്ടല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്കാം. നല്ല 4 പറഞ്ഞ് മറ്റേ കറുത്ത വർഗ്ഗക്കാരനെ മൊത്തം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ വരേണ്യ വർഗ്ഗം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ കൂതറകൾ ചിലപ്പോൾ അതിന് ഇവരെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നാണല്ലോ പറയാറ്. അതുപോലെ അവർ ചോദിക്കുക, ഡോക്ടർ നീന പ്രസാദും മേതിൽ ദേവകിയും എനിക്കെതിരെ പറയാൻ അവരാരാന്നാണ് ചോദിക്കുന്നത്. നൃത്തത്തിൻ്റെ സകല റൈറ്റ് ഇവർക്കെന്ന് തോന്നി ഒരു വർത്തമാനം പറഞ്ഞ കേട്ടോ തോന്നുന്നു. നീന പ്രസാദ് ആരെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മേതിൽ ദേവിക ആര് എന്നെപ്പറ്റി പറയാൻ എന്നാണ് ചോദിക്കുന്നത്. ഇതേ അവസ്ഥ ഇപ്പം തമിഴ്നാട്ടിൽ നടക്കുകയാണ്. TM കൃഷ്ണ എന്ന് പറഞ്ഞ സംഗീതജ്ഞനെതിരെ തമിഴ്നാട് സർക്കാർ അദ്ദേഹത്തിന് സംഗീത കലാനിധി പുരസ്കാരം നൽകുന്നതിന് എതിർപ്പ്. എന്താണെന്ന് ചോദിച്ചാൽ, തമിഴ് ബ്രാഹ്മണരിൽ നിന്ന് ഇപ്പോൾ സംഗീതത്തെ ഈ TM കൃഷ്ണ മോചിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയും അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത്, നെയ്യാറ്റിൻകര വാസുദേവൻ സാറിനെ പോലെ, കലാമണ്ഡലം ഹൈദരാലിയെ പോലെ, ഹൈദരാലി പ്രോഗ്രാമിൽ കഥകളിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷേത്രമതിലിൽ സ്റ്റേജ് കിട്ടിയപ്പോൾ മതിലിടിച്ച് ഹൈദരാലി അഹിന്ദു ആയതുകൊണ്ട് പുറത്തു നിന്ന് പാടേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ്. അതുപോലെ നെയ്യാറ്റിൻകര വാസുദേവ സാറിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ യേശുദാസ് അടക്കം ഒരുപാട് പേര് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കളിയാക്കാൻ കിട്ടിയ അവസരങ്ങളൊന്നും ആരും ഒഴിവാക്കിയിട്ടും ഇല്ല എന്ന് പറയാം. ഞാൻ കേട്ടു നമ്മുടെ ഭഗവാന്മാരിൽ ഏറ്റവും റൊമാൻറ്റിക്കായ ആളാണല്ലോ മിസ്റ്റർ ശ്രീകൃഷ്ണൻ. റൊമാൻറ്റിക്കാണല്ലോ അദ്ദേഹം. 16,008 കാമുകിമാരുമായിട്ട് ജീവിച്ച ശ്രീകൃഷ്ണൻ, യാദവ് കുലത്തിൽ പിറന്ന ശ്രീകൃഷ്ണൻ എന്ത് നിറ? അദ്ദേഹം നീല നിറമല്ലേ, കാർവർണ്ണൻ
എന്നല്ലേ അദ്ദേഹത്തിന് പറയുന്നത്. അതുപോലെ പരമശിവൻ എന്ന് പറയുന്നത് ചുടലഭസ്മം ദേഹം മാസകലം പുരട്ടി ജീവിച്ച പരമശിവനെ സ്നേഹിക്കാൻ ഇവിടെ പാർവതിയും ഗംഗയും ഇല്ലായിരുന്നു. രണ്ടുപേരെയും നന്നായിട്ട് പ്രേമിച്ച ആളല്ലേ പരമശിവൻ. സംഗീത ചക്രവർത്തിയായിരുന്ന ദേവരാജ മാഷിന് മോളിൽ മലയാള സിനിമയിൽ സംഗീത ചക്രവർത്തിമാരിൽ ദേവരാജന് മുകളിൽ വേറെ ആളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ എനിക്ക് ബാബുരാജിൻ്റെയും രാഘവ മാഷിൻ്റെയൊക്കെ സംഗീതം ഒരുപാട് ഇഷ്ടമാണ്. എം പി ശ്രീനിവാസിൻ്റെയൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ മലയാളത്തിൻ്റെ സംഗീത ചക്രവർത്തി എന്ന് പറയുന്നത് ഞാൻ പറയും ദേവരാജൻ മാഷാണ്. പറവൂർ ദേവരാജൻ മാഷ് കറുത്ത് കരുവാളിച്ച ആളല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലോ പെരുന്ന ലീലാമണി അമ്മയാണെങ്കിലോ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന ആളാണ്. അവരെപ്പോഴെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കറുപ്പിനെ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇതെന്താണ് ഈ സ്ത്രീക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2022 എന്തോ സ്വന്തം മരുമകൾ സ്ത്രീധന പീഡന കേസ് കൊടുത്ത് 2ാം പ്രതിയായ കക്ഷിയാണ് ഈ പാചകം അടിക്കുന്ന സ്ത്രീ. നീയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നാണ് അവർ പറയുന്നത് പത്രക്കാരോട്. എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ളതെന്ന്, മത്തായി പറഞ്ഞ പോലെയുള്ള നാടൻ പ്രയോഗമുണ്ട്. മത്തായിക്ക് മാണിയാണെന്ന് പറയാറുണ്ട്. പണ്ട് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ പറയാറുണ്ട് മത്തായിക്ക് മാണിയാണെന്ന്. മാണിയുടെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഇനി അതാണോ അവരുദ്ദേശിച്ചത്, അല്ലെങ്കിൽ മത്തായി സ്ഥിരം പറയുന്നത് KPCC പ്രസിഡന്റ് സ്നേഹപൂർവ്വം പ്രതിപക്ഷ നേതാവിനെ വിളിച്ചതാണെന്ന് പറഞ്ഞാൽ പുല്ല് പോലെയാണ് പത്രക്കാരുടെ പറയുക. എനിക്ക് മത്തായി പറഞ്ഞ പോലെയാണ് നിന്നെയൊക്കെ എനിക്ക്, അതായത് ഈ മുമ്പ് മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്നെയൊക്കെ തമിഴിൽ തലമുടിക്ക് പറയുന്ന പേരാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പോൾ വെച്ച് അഴിച്ചു കൊടുക്കണ്ടേ കവാല കുറ്റി അടക്കി. നിൻ്റെ കെട്ടിയാനാ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ പോയി വിളിയടി മറ്റുള്ളതെന്ന് പറയണ്ടേ. പാവമാണ് ഈ പത്രക്കാരുടെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടമാണ്. ഇതുപോലുള്ള അലവലാദികളെ പോയി കാണാൻ ചെന്നിട്ട് അവളെയൊക്കെ വായിരിക്കുന്ന കൂതറ വർത്താനം കേട്ട് നിൽക്കേണ്ടി വരുന്ന ഹതഭാഗ്യരാണ് പത്രപ്രവർത്തകരെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, റിപ്പോർട്ടർമാരെ അല്ലെങ്കിൽ ക്യാമറമാൻമാരെ പറ്റി ആലോചിക്കുമ്പോൾ. അതുപോലെ അതിൽ ഇടയ്ക്കിടയ്ക്ക് നിന്നുകൊണ്ട് രാമോ രാമോ ഇങ്ങനെ വിളിക്കുന്നു. ഏത് രാമനെ വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു രാമും ഫ്രെയിമിലേക്ക് വരുന്നില്ല. ഇവരെയൊക്കെ പറഞ്ഞ് വലിച്ച് തൂക്കിയെടുത്ത് പുറത്തിടാനും എന്തോ ഒരു ഗുണ്ടയെ വിളിക്കുമ്പോഴാണ് വിളിക്കുന്നത്. നമ്മളെ ഗവർണർ ആരിഫണ്ണൈ നിലമേൽ എവിടെ ഒരു കടത്തിന് ഇരുന്നുണ്ട് മോഹൻ മോഹൻ എന്ന് വിളിച്ചില്ലേ, അതുപോലെ രാമു രാമു എന്ന് വിളിക്കുന്നു. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. അല്ലെങ്കിൽ രാമു എന്താ മാഡം എന്താ അമ്മച്ചി അമ്മമ്മ എന്ന് പറഞ്ഞ് ഓടി വരണ്ടേ, ആരും വരുന്നില്ല. അപ്പോൾ കക്ഷിയുടെ സംസ്കാരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പത്രക്കാരോട് പറയുകയാണ് മത്തായി പറഞ്ഞതാണ് എനിക്ക് നിന്നെയൊക്കെ പറയാനുള്ളതെന്ന്. മുട്ടൻ തെറിയാണ് അവർ പറഞ്ഞത്. കേരള കലാമണ്ഡലത്തിന് നാണക്കേടാണെന്ന് ഈ സ്ത്രീ. എനിക്കത്രേ പറയാനുള്ളൂ. നാട്യശാസ്ത്രത്തിൽ നിറം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഭരതമുനി പറഞ്ഞിരിക്കാൻ വഴിയില്ല. ഞാൻ വിവരമുള്ള പലരോടും ഇന്ന് ചോദിച്ചു. എനിക്ക് ഈ ഭരതമുനിയുടെ നാട്യശാസ്ത്രം ഒന്നും വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സ്കൂതറ സ്ത്രീ പറയുന്നു ഭരതമുനി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് നാട്യശാസ്ത്രത്തിൽ നിറത്തെക്കുറിച്ച്. അതായത് നല്ല ചെന്തുണ്ടി പഴം പോലെ ഇരിക്കുന്ന, ഗോതമ്പ് നിറമുള്ള വെളുവിളായിരിക്കുന്ന, ആപ്പിൾ പോലെ ഇരിക്കുന്നവരൊക്കെ കളിക്കാവൂ മോഹിനിയാട്ടം, കറുകറായിരിക്കുന്നതിനൊക്കെ കാക്കരശ്ശി നാടകമേ കളിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ സ്ത്രീ പറയുന്നു. പക്ഷേ ഞാൻ വിളിച്ച ഒരാളും പറയുന്നു അങ്ങനെ ഒരിടത്തും ഭരതമുനി നാട്യശാസ്ത്രത്തിൽ എഴുതിയിട്ടില്ല എന്ന് പറയുന്നു. ഇവർക്കൊരു ഇനി ഒരു പ്രത്യേക എഡിഷൻ പ്രത്യേകമായിട്ട് ഒരു പുസ്തകം അടിച്ച് ഭരതമുനി കൊടുത്തോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത്, മോഹിനി ആയവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാവെങ്കിൽ ഈ ഭരതനാട്യം ഭരതന്മാർ മാത്രമേ കളിക്കാവൂ എന്ന് അവർ പറയാത്തെന്താ? അങ്ങനെ ന്യായം പറയുമ്പോൾ അങ്ങനെ പറയണ്ടേ. ഭരതനാട്യം ഭരതന്മാർ കളിക്കേണ്ടതാണ്, സ്ത്രീകൾ കളിക്കാൻ പാടില്ല എന്ന് പറയണ്ടേ. കാല് കവച്ച് വെച്ച് കളിക്കാൻ, പെണ്ണുങ്ങൾക്ക് മാത്രമേ കാല് കവച്ച് വെച്ച് കളിക്കാൻ പാടുള്ളൂ എന്ന് ഈ സ്ത്രീ എങ്ങനെ പറയണേ? ഇവർ വലിയ ഡ്രസ്സ് ഇട്ടിരിക്കുകയല്ലേ, അപ്പോൾ കാലിൻ്റെ വലിപ്പം പോലും നമുക്ക് അറിയാൻ നോക്കില്ല. ഞുറുക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ ഡാൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാരി പാൻസ് പോലെ തച്ചിട്ടൊക്കെയല്ലേ ഇവർ ഇടുന്നത്. അതിനിടയിൽ ഇവർക്ക് എവിടെയാണ് ആ വിരൂപത്വം തോന്നിയതെന്ന് എനിക്കറിയില്ല. ഇവർ ചിലപ്പോൾ ഇനി ഇവരെ പരിചയത്തിൽ ആരെങ്കിലും ഒരു അസുഖമുണ്ട്, ആ അസുഖമുള്ളവരുടെ വല്ല ഡാൻസ് ഒരു കണ്ടോ കാലിൻ്റെ അടിയിൽ, എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വളർന്നവളാണ്. പക്ഷേ നൃത്തം തിരുവനന്തപുരത്ത് ഈ എല്ലാ വേസ്റ്റുകളും വന്ന് തിരുവനന്തപുരത്താണ് അടിയണത്. മറ്റ് ഏത് ജില്ലയിൽ പറഞ്ഞാലും രക്ഷപ്പെടാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരും. എന്നിട്ട് തിരുവനന്തപുരത്തുകാരനെ തള്ളക്കി വിളിച്ചിട്ട് ഈ കാക്കക്കൂട്ടിൽ മുട്ടയിട്ട കുയിലിനെ പോലെയാണ്. പറക്കാറാവുമ്പം കാക്കയെ നോക്കി തള്ളക്കാക്കയെ നോക്കി കൂവിയിട്ട് പോകുമല്ലോ ഈ കുയിൽ. അതുപോലെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നും ആര് വന്നാലും സ്വീകരിക്കുന്ന ഒരു ജില്ലയാണല്ലോ തലസ്ഥാനം തിരുവനന്തപുരം. അപ്പോൾ ഇതും എവിടുന്നോ കുറ്റിയും പറിച്ച് വന്നതാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വളർന്ന് നൃത്തം പഠിപ്പിച്ചുണ്ടാക്കിയ കാശിൽ തലസ്ഥാനത്ത് കണ്ണായ സ്ഥലത്ത് 3 നില വീട് വച്ച് പൊറുതി എന്ന് അവർ അഭിമാനത്തോടെ പറയുന്നു. പക്ഷേ 3 നില വച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. ചേരിയിൽ താമസിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ കെട്ടി ജീവിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ കുടുംബങ്ങൾക്കുള്ള ബഹുമാനവും ആദരവും മര്യാദയും പോലും ഈ 3 നിലക്കാർക്ക് ഇല്ല എന്ന് ഞാൻ പറയും. പിന്നെ എന്തൊരു പുല്ലിന് ഈ 3 നില കെട്ടം വെച്ചിട്ട് കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്.
അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് കറുപ്പ് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് ബോർഡ് ഉണ്ടല്ലോ, ബ്ലാക്ക് ബോർഡിൽ ടീച്ചർ എന്നോട് എന്തെങ്കിലും എഴുതാൻ പറയും. പക്ഷെ ഞാൻ ബ്ലാക്ക് ബോർഡിൽ എഴുതത്തില്ല, ഞാൻ നേരെ അപ്പുറത്ത് പോയിട്ട് മതിലിൻ്റെ മുകളിലൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെയാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഞാനൊരു ആനയെ നോക്കത്തില്ല, ആനയുടെ കൊമ്പ് മാത്രം നോക്കും. അത് ഏകദേശം വെളുത്തിരിക്കുന്നതുകൊണ്ട് ആനക്കൊമ്പിലേക്ക് മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇപ്പം കറുത്ത റോഡൊക്കെ ടാർ ചെയ്തിരിക്കുമല്ലേ, അപ്പം ഞാൻ ആ ടാറിൽ ചവിട്ടിട്ട് പോലെ ഞാൻ ഇടവഴിക്ക് ഇങ്ങനെ ഓടിപ്പോവുക, സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ പെണ്ണും പിള്ളേരുടെ അടുത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ വിടരുത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാളെ മുതൽ അവിടെ ക്യൂ ആയിരിക്കും. ഇതുപോലുള്ളൊരു കൂതറ എന്നെ പഠിപ്പിക്കണമെന്നായിരിക്കും. മലയാളിയുടെ ഇരട്ട തപ്പുണ്ട്. അത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അത് ശരി, ഇവർ പത്രക്കാരുടെയൊക്കെ ഒരു ചാങ്കൂറ്റം തന്നെ കേട്ടാ. എല്ലാ പത്രക്കാരന്മാരും തെറി വിളിക്കില്ല. അപ്പോൾ എൻ്റെ മക്കളും അങ്ങനെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടാക്കും. ഞാൻ പറയുന്നത് കൊണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. അതാണ് ഈ നാടിൻ്റെ ഒരവസ്ഥ. രാജഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യ ഭരണം വന്നിട്ടും നിങ്ങൾ കണ്ടില്ലേ, ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഒരുത്തനെ ഒരു വണ്ടിയിൽ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് കുറേ എണ്ണം അദ്ദേഹത്തെ റാൻ എന്ന് പറഞ്ഞ് കൂടെ പോകണില്ലേ, തമ്പുരാൻ 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 എന്ന് വിളിച്ചുകൊണ്ട് പോകണ കണ്ടില്ലേ. അതിൽ അഭിമാനം കൊള്ളുന്ന കുറേ ഏപിമാർ തലസ്ഥാനത്തുണ്ട്. നമ്മൾ ജനാധിപത്യ രാജഭരണമൊക്കെ അവസാനിപ്പിച്ച് മാന്യനായ ഒരു രാജാവായിരുന്നു അവസാനത്തെ തിരുവിതാംകൂറിൻ്റെ. വളരെ മാന്യനായ ജെൻറ്റിൽമാനായ രാജാവായിരുന്നു. ഞാൻ ഇവിടെ വെച്ച് കണ്ടാലും തൊഴുവായിരുന്നു. അദ്ദേഹത്തോടു കൂടി അത് അവസാനിച്ചു, ജനാധിപത്യ ഭരണമായി. പക്ഷേ എപ്പോഴും രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ആ പിൻതലമുറക്കാരനെ ഒരുത്തനെ എടുത്തൊരു വണ്ടിയിൽ കയറ്റിയിരുത്തി ആൾക്കൂട്ടത്തിനിടയിലൂടെ തമ്പ്രാൻ 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 എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് മലയാളിയുടെ ഒരു ഇരട്ടത്തപ്പ് എന്ന് പറയാനുള്ളത്. ഈ കൂടെ പോയവന്മാരൊക്കെ ആലോചിക്കണമായിരുന്നു, രാജഭരണ കാലത്ത് സംബന്ധം കൂടാനും കുട്ടികളെ കൊടുക്കാനുമായിട്ട് സഹോദരിമാരെയും ഭാര്യമാരെയും ഒക്കെ വിട്ടുകൊടുത്തിട്ട് വീടിൻ്റെ പുറത്തിരുന്നൊരു കാലഘട്ടമുണ്ട് ഇവിടുത്തെ ഒരു സമുദായത്തിന്. വരേണ്യവർഗത്തിൻ്റെ സ്വഭാവം അതിനി വീണ്ടും വേണോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. ഞാനും അതിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ നാണം കെട്ട വർത്തമാനം പറയുന്നത്. കറുപ്പന്മാർക്കിടയിൽ കലയിൽ സ്ഥാനമില്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. കറുപ്പന്മാർക്ക് കലയിൽ സ്ഥാനമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ കാക്കരശ്ശി പോലുള്ള ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് പരിപാടികൾ ചെയ്യാവൂന്നാണ് പറയുന്നത്. കറുത്ത വർഗ്ഗക്കാർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. 2019 മിസ് യൂണിവേഴ്സായ സൗത്ത് ആഫ്രിക്കയുടെ സോഡി ബിനി തുറിയെ ഈ കെട്ടിലമ്മയ്ക്ക് അറിയില്ലായിരിക്കാം. RLV രാമകൃഷ്ണൻ കാക്കയെ പോലെ കറുത്തവനെന്നാണ് ഇവർ പറയുന്നത്. ഒരു മനുഷ്യരിങ്ങനെ അടർച്ചാക്ഷേപിക്കരുത്. Dr. R.L.V. Ramakrishnan is a renowned male Mohiniyattam dancer from Kerala. He started learning classical dance at the age of 10 under the guru R.L.V. Anand Master. Hailing from a committed art family, he has brilliant academic background in the field of Mohiniyattam. He has completed diploma and post-diploma in Mohiniyattam with first class. He is a first rank holder in Mohiniyattam from MG University, top scorer in MPhil from Kerala Kalamandalam Deemed University. Ramakrishnan was awarded with PhD in Mohiniyattam from Kerala Kalamandalam Deemed University under the guidance of Dr. N.K. Geeta for his research in masculine heritage in dance, an inquiry based on Mohiniyattam. He has also qualified UGC NET in performing arts. He is a graded artist in Doordarshan. Dr. Ramakrishnan has performed Mohiniyattam in many national and international festivals in Kerala and abroad. ഒരു കാലിന് ശാല സ്വാധീനക്കുറവുള്ളവർ തന്നെ കണ്ടാലും ഇവർ ഇതുപോലെ വല്ലതുമൊക്കെ പറയുമല്ലോ, ചട്ടനെന്നോ ഞൊണ്ടിയെന്നൊക്കെ വിളിക്കില്ലേ. ഒരു കാഴ്ചയില്ലാത്ത കുട്ടിയെ കണ്ടാലും പറയില്ല. അങ്ങനെയൊന്നും പറയരുത് ആരെയും. RLV രാമകൃഷ്ണനെ കണ്ട കാക്കയുടെ നിറമാണെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഞാൻ അയാളെ പേര് പറഞ്ഞില്ലല്ലോ. അതുപോലെ പൊട്ടന്മാരുടെയും പറഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിൽ കെട്ടിയുണ്ടെങ്കിൽ അയാളുടെ പറഞ്ഞാൽ മതി. RLV രാമകൃഷ്ണനല്ല ഞാൻ പറഞ്ഞതെന്ന്. തലയ്ക്ക് ബുദ്ധിയുള്ളവർക്ക്, അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ഈ തള്ള പറഞ്ഞത് RLV രാമകൃഷ്ണനാണെന്ന്. എങ്ങനെ RLV രാമകൃഷ്ണനെ കണ്ടപ്പോൾ ഇവർക്ക് കാക്കയെ പോലെ ഇരിക്കുന്ന ഏത് ഭാഗം കണ്ടപ്പോഴേ അവർക്ക് തോന്നിയേ കാക്കയെ പോലെ ഇരിക്കുന്നു എന്ന്? RLV രാമകൃഷ്ണൻ ഒരു നല്ല ലക്ഷണമൊത്ത ഒരു പുരുഷനല്ലേ? എന്തൊരു ക്രൂരമായ മനസ്സെന്നളിച്ചു, സാഡിസമുള്ള എന്താ പറയുക, അന്തം വിട്ട ഈ ജാതി മത കളിയുള്ള ഒരു സ്ത്രീയാണ് ഈ സത്യഭാമ എന്ന് ഞാൻ പറയും. എനിക്ക് വന്ന ട്രോളിൽ ഒരെണ്ണം, അടുത്ത ബാഹുബലിക്ക്
കാക്കയെ പുച്ഛിച്ച ഈ കുലസ്ത്രീയുടെ ജന്മം കൊടുത്ത തന്തയുടെ ബലിച്ചോറുണ്ണാൻ നമ്മൾ പോകാൻ പാടില്ല എന്ന് കാക്കകൾ സമ്മേളനം കൂടുന്നതിൻ്റെ ഒരു ട്രോളോ എനിക്ക് ഒരാളെ അയച്ചു തന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നല്ലോ എന്ന്. അങ്ങനെ എവളെ തന്തയുടെ ബലിച്ചോറ് നമ്മൾ തിന്നണ്ട, കാരണം കറുപ്പിനെ ആക്ഷേപിച്ചല്ലേ എന്ന് കാക്കകൾ തമ്മിൽ മീറ്റിംഗ് കൂടുന്ന ഒരു സാധനം അയച്ചു തന്നു. കലാമണ്ഡലത്തിൻ്റെ കാവൽക്കാരിയാണെന്നവർ. അല്പന്മാരുടെ ആനന്ദമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ മോഹിനിയാട്ടത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ സ്ത്രീക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. നാട്യശാസ്ത്രമൊക്കെ കാണാപ്പാടം പഠിച്ചു എന്നാണ് പറയണേ. പക്ഷേ കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് അല്പന്മാരുടെ ആനന്ദം എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നാടക നടനം, നർമ്മവിനോദം, പാടക പഠനം, പാവക്കൂത്തും, മാടങ്ങിമുലമാർ, മോഹിനിയാട്ടം. ശ്രദ്ധിച്ച് കേട്ടോളണം. പാടവമേറിന പല പല മേളം എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത്. അപ്പം അദ്ദേഹം പറയുന്നത് പാടക പഠനം, പാവക്കൂത്തും, മാടങ്കിമുലമാർ, മോഹിനിയാട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ വ്യവഹാരമാലയിൽ പറയുന്നത് തേവടിയാട്ട നൃത്തത്തിൻ്റെ പരിഷ്കൃത രൂപം ആണ് മോഹിനിയാട്ടം എന്നാണ് ഇപ്പോഴും പലരും ആ കലാരൂപത്തെ കാണുന്നത്. തേവടിയാട്ടത്തിൻ്റെ നൃത്തത്തിൻ്റെ പരിഷ്കൃത രൂപമാണ് മോഹിനിയാട്ടമെന്നാണ് വ്യവഹാരമാലയിൽ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രാംഗചരിതം എന്ന് പറഞ്ഞ തുള്ളലിൽ പറയുന്നത് അല്പന്മാർക്ക് രസിക്കാൻ നല്ല ചെറുപ്പക്കാരുടെ മോഹിനിയാട്ടം എന്നാണ്. അല്പന്മാർക്ക് രസിക്കാനായിട്ട് നല്ല ചെറുപ്പക്കാരുടെ, ഈ സ്ത്രീ പറയുന്ന രീതി അനുസരിച്ചെങ്കിൽ പെണ്ണുങ്ങളുടെ ഉറഞ്ഞു തുള്ളൽ കാണാനാണ് മോഹിനിയാട്ടം എന്ന് പേരിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അവർ ഉന്നത കുല ജാഥ എന്നാണ് പറയുന്നത്. ഈ ഉന്നത കുല ജാഥരെ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സംസ്കാരം കൊണ്ട്, സംസാരം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, പ്രതിപക്ഷ ബഹുമാനം കൊണ്ടൊക്കെയാണ് ഉന്നത കുല ജാതരായി ജനിക്കുന്നതെന്ന് ഞാൻ പറയും. അവരെയാണ് ഞാൻ ഉന്നത കുല ജാതർ എന്ന് പറയുന്നത്. സംസ്കാരമില്ലാത്ത, ലൈസൻസ് ഇല്ലാതെ വർത്തമാനം പറയുന്ന, സകല പേരെയും കറുത്ത നിറമുള്ളവരെ എല്ലാവരും പുച്ഛത്തോടെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ പത്രക്കാർ ചെറുപ്പക്കാർ പിള്ളേരെ നോക്കിയിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ മത്തായിക്ക് മാണിയാണെന്ന് പറയുന്ന ഈ സ്ത്രീ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിന്നെ KPCC പ്രസിഡന്റ് വിളിച്ച ഭാഷ വിളിക്കുന്ന ഈ സ്ത്രീ എങ്ങനെയാണ് ഉന്നത കുല ജാഥയായത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. തൃപ്പൂണിത്തുറ RLVയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ ബിരുദമെടുത്ത ആളാണ് RLV രാമകൃഷ്ണൻ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് റാങ്കോടെ ജയിച്ച ആളാണ് നമ്മുടെ രാമകൃഷ്ണൻ. ഞാൻ രാമകൃഷ്ണൻ്റെ ചേഷ്ടൻ കലാഭവമണി ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. കാരണം കലാഭവമണിയുടെ കെയർ ഓഫ് രാമകൃഷ്ണന് വേണ്ടെന്നേ. രാമകൃഷ്ണൻ അല്ലാതെ തന്നെ സ്വന്തം ഐഡൻറ്റിറ്റി തെളിയിച്ച ആളാണ് കേരളത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. RLVയിൽ നിന്ന്, തൃപ്പൂണിത്തുറ RLVയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ ബിരുദമെടുത്തു. കോട്ടയം MG കോളേജിൽ നിന്ന്, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് റാങ്ക്. കലാമണ്ഡലത്തിൽ നിന്നും പെർഫോമിംഗ് ആർട്സിൽ MPhil, മോഹിനിയാട്ടത്തിൽ PhD, ഡോക്ടറേറ്റ്. അയാൾ ഡോക്ടറാണെന്നേ, ഡോക്ടർ RLV രാമകൃഷ്ണനാണ്. ഈ കൂതറ സ്ത്രീ എന്തോ ഡിപ്ലോമ എന്താണ് എടുത്തിട്ടുള്ളത് അവിടെ. ഒരു തൂപ്പുകാരിക്ക് വേണ്ട യോഗ്യത പോലും ഇല്ല എന്ന് ഞാൻ പറയും. കലാമണ്ഡലം തൂത്ത് ക്ലീനാക്കാൻ നടക്കുന്ന സ്ത്രീകൾക്കുള്ള മര്യാദ പോലും, അഭിമാനം പോലും, സദ്ഗുണങ്ങൾ പോലും ഇല്ലാത്ത സ്ത്രീയാണ് ഈ പറയുന്ന സത്യഭാമയെന്ന് ഞാൻ പറയും. 15 വർഷം അയാൾ ഗസ്റ്റ് അധ്യാപകനായിരുന്നു, മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. ഒരിക്കലും ആഢ്യന്മാരുടെ കലാരൂപം ആയിരുന്നില്ലല്ലോ നമ്മുടെ സിനിമ, ആണോ? ഒരിക്കലും അല്ല, ആഢ്യന്മാരുടെ അല്ല. അവർ സിനിമയൊക്കെ പുച്ഛിച്ച് കളിയവന്മാരാണ്. അവർക്ക് കീചകവധം 9 ദിവസം, അതൊക്കെയാണല്ലോ ഓട്ടം തുള്ളൽ, ചാക്യാർ കൂത്ത്, അതൊക്കെ ആയിരുന്നല്ലോ അവരുടെ ആഢ്യത്വമുള്ളവരുടെ കലാരൂപം. പാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ സിനിമ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആഢ്യത്വമുള്ള പെണ്ണുങ്ങളെ ആദ്യകാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് JC ഡാനിയൽ തൻ്റെ വിഗതകുമാരന് പുല്ല് ചെത്താൻ നടന്നിരുന്ന ഒരു പൊലയെ പെണ്ണിനെ കൊണ്ട് നായികയാക്കിയത്. അതിന് ആ പെൺകുട്ടി അനുഭവിച്ച യാതന, ഒടുവിൽ ജനിച്ച നാടും വീടും വിട്ട് തമിഴ്നാട്ടിലേക്ക് മുങ്ങേണ്ടി വന്ന ഒരു ഹതഭാഗ്യമാണല്ലോ PK റോസി. ഇന്നും പല രൂപത്തിൽ ആ ദുരവസ്ഥ നിലനിൽക്കുന്നുവെന്നാണ് സത്യഭാമ അമ്മച്ചിയുടെ പുലഭ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാലം ഒരുപാട് മാറി. അയ്യങ്കാളിമാരും വൈകുണ്ഠസ്വാമിമാരും നാരായണ ഗുരു സ്വാമിമാരും ചട്ടമ്പി സ്വാമിമാരും ഒക്കെ കേരളത്തിന് ഐതിഹാസികമായ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയതൊന്നും ഈ പെണ്ണുമ്പിള്ള അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ചോദ്യങ്ങൾ ചോദിക്കുന്ന പത്രപ്രവർത്തകരോട് പോലും പുലയാട്ട് പറയാൻ മടിയില്ലാത്ത ഒരു കുലസ്ത്രീ എങ്ങനെ കലാകാരി എന്ന് സ്വയം പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരിങ്ങനെ നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ട് ഞാനൊരു കലാകാരിയാണെന്ന്. യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്നു.
അവർ പഠിപ്പിച്ച കുറേ കുട്ടികളുണ്ട്. കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം സരസ്വതി, നമ്മുടെ MTയുടെ ഭാര്യ. ക്ഷേമാവതി ടീച്ചർ എന്ന് പറയുന്നത് സംവിധായകൻ പവിത്രൻ്റെ ഭാര്യ. കലാമണ്ഡലം ലീലാമ്മ, കലാമണ്ഡലം പത്മിനി, കലാമണ്ഡലം ചന്ദ്രിക, കലാമണ്ഡലം പുഷ്പലത, കലാമണ്ഡലം വിമല മേനോൻ, നമ്മളെ ബിന്ദുജാമേനൻ്റെ അമ്മ, കലാമണ്ഡലം സുഗന്ധി, കലാമണ്ഡലം ഹൈമവതി തുടങ്ങി നൂറുകണക്കിന് കുട്ടികളെ മോഹിനിയാട്ടം പഠിപ്പിച്ച നർത്തകിയായിരുന്നു കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ ഒറിജിനൽ 100% എന്താ പറയുക തങ്കത്തിൽ പൊതിഞ്ഞ സ്ത്രീ എന്ന് പറയാം. 1937 അവർ ജനിക്കുന്നത്. 2015 സെപ്റ്റംബർ 12 മരിച്ചു. 2014 രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചു. ഗാനം, ബന്ധുക്കൾ ശത്രുക്കൾ എന്നീ 2 സിനിമകളുടെ നൃത്ത സംവിധാനം കമ്പോസ് ചെയ്തവരായിരുന്നു. 1937 നവംബർ 4 ഷൊർണൂറിൽ കൃഷ്ണൻ നായരുടെയും വേണാട്ട് അമ്മിണിയമ്മയുടെയും മകളായാണ് അവർ ജനിക്കുന്നത്. അമ്മയ്ക്ക് കൈകുട്ടിക്കളിയിൽ ഉണ്ടായിരുന്ന താല്പര്യം മകളെ നൃത്തരംഗത്ത് എത്തിച്ചു. 12-ാം വയസ്സിൽ കലാമണ്ഡലത്തിൽ ചേർന്നു. നൃത്ത ക്ലാസ്സിന് ശേഷം സ്കൂളിൽ പോയി. 3 വർഷത്തിന് ശേഷം മഹാകവി വള്ളത്തോൾ സ്റ്റൈഫൻ്റ് അനുവദിച്ചതോടെ സ്കൂൾ പഠനം അവർ നിർത്തി. മുഴുവൻ സമയവും കലാമണ്ഡലത്തിലായി. പെരുമാങ്ങോട്ട് വാര്യത്ത് കൃഷ്ണൻകുട്ടി വാര്യർ, അച്യുത വാര്യർ എന്നിവർ ഭരതനാട്യവും കലാമണ്ഡലം പത്മനാഭൻ നായർ കഥകളിയിലെ സ്ത്രീവേഷങ്ങളും പഠിപ്പിച്ചു. തൃപ്പൂണിത്തുറയിൽ വന്ന് കല്യാണിക്കുട്ടി അമ്മയിൽ നിന്ന് ചൊൽക്കെട്ടും പഠിച്ചു. കഥകളിയിലെ ഉലച്ചിൽ, ചുഴിവ് എന്നിവയിലെ രൗദ്രഭാവം ഒഴിവാക്കി മോഹിനിയാട്ടത്തിനായി അവർ സ്വീകരിച്ചു. 1992 കലാമണ്ഡലത്തിൻ്റെ പ്രിൻസിപ്പലായി. മോഹിനിയാട്ടം ചരിത്രം സിദ്ധാന്തം പ്രയോഗം എന്ന ഒരു പുസ്തകം ഈ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എഴുതിയിട്ടുണ്ട്. മോഹിനിയാട്ട ശൈലിയിൽ കണ്ണകി, ചണ്ടാലഭിഷകി തുടങ്ങിയ നൃത്ത നാടകങ്ങളും കഥകളിയിൽ നിന്ന് മോഹിനിയാട്ടത്തെ മോചിപ്പിച്ച് പുതിയ അടവും ഭംഗിയുമുള്ള മുദ്രകളും അവരുണ്ടാക്കി. 2005 കേരള സർക്കാരിൻ്റെ ആദ്യത്തെ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചു. 1994 കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ മോഹിനിയാട്ടത്തിനുള്ള അവാർഡ് ലഭിച്ചു. കേരള കലാമണ്ഡലം അവാർഡ് ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ സീനിയർ ഫെലോഷിപ്പ് മുതലായവയൊക്കെ നേടിയ കലാകാരിയാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ. അവരുടെ പ്രശസ്തിയെ വിറ്റ് തിന്നാൻ നടക്കുന്ന ഇവർ എത്രയും പെട്ടെന്ന് ഈ സ്ത്രീയുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കലാമണ്ഡലം എന്നുള്ള പേര് അതിൽ നിന്ന് എടുത്ത് മാറ്റി ഗസറ്റിൽ സർക്കാർ പബ്ലിഷ് ചെയ്യണമെന്ന് ഞാൻ പറയും. 2014 അവർക്ക് പത്മശ്രീ നൽകി ആദരിച്ചു. 2015 സെപ്റ്റംബർ 13 വിട പറഞ്ഞു. യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ മഹതിയാണ്. ഇപ്പോൾ തന്തയ്ക്ക് വിളി കേൾക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്, അല്ലെങ്കിൽ ഡമ്മി. മെല്ലി ചേച്ചി പറഞ്ഞാൽ ഡമ്മിയാണ് എന്നുള്ളത് ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും ഓർത്തോളൂ. കലാമണ്ഡലം സത്യഭാമയെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഇത് ഡമ്മി സത്യഭാമ എന്ന് വിളിച്ചിട്ട് വേണം ചീത്ത വിളിക്കാനെന്ന് ഞാൻ പറയും. ജുബ്ബയും താടിയും വെള്ള സ്ട്രോപ്പും ഉള്ള വാച്ചും കെട്ടി ജൂനിയർ യേശുദാസായി ഇവിടെ ഒരുപാട് പേര് നടക്കുന്നുണ്ടില്ലേ? ആരെങ്കിലും യേശുദാസാവോ? അതുപോലെ ഡ്യൂപ്ലിക്കേറ്റാണ് അല്ലെങ്കിൽ ഡമ്മിയാണ് ഈ അസത്യഭാമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസത്യഭാമ എന്ന് വിളിക്കണം, അല്ല സത്യഭാമ അല്ല അവർ. എങ്കിൽ അവരിങ്ങനെ സംസ്കാരമില്ലാതെ സംസാരിക്കില്ല. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ മറന്നോ എന്ന് എനിക്കറിയില്ല. അറുമുഖം വെങ്കിടങ്ക് എന്ന് പറഞ്ഞ ഒരു സാധാരണ മനുഷ്യനെ മറക്കാറായില്ല മലയാളി. മരിച്ചിട്ടിപ്പോൾ മാസങ്ങളായതേ ഉള്ളൂ. അയാൾ എഴുതിയ പാട്ടുകൾ പാടി നടന്നവർ പോലും മരിക്കും വരെ അയാളെ അംഗീകരിച്ചേയില്ല. എലവത്തൂർ കായലിലെ കരയ്ക്കുണ്ടൊരു കൈത എന്ന് പറഞ്ഞ മനോഹരമായൊരു പാട്ടുണ്ട് മീശമാധവനിൽ. കൈത മുറിച്ച് മുള്ളും നീക്കി പൊളിയെടുക്കുന്ന നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ, ഇണ്ടൽ കൊണ്ട് ഞാൻ മിണ്ടിയില്ല, അത് കുറ്റമാക്കല്ലേ എന്ന് പാടുന്ന ഒരു മനോഹരമായ പാട്ട് അറുമുഖം വെങ്കടങ്ങ് എഴുതിയതാണ് മീശമാധവന് വേണ്ടി. വിദ്യാസാഗർ സംഗീതം നൽകി മാധുര്യമ്മ പാടി മനോഹരമായി സൂപ്പർ ഹിറ്റായ പാട്ടാണ്. ഇപ്പോഴും ആ പാട്ടിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ തപ്പി നോക്കൂ. യൂട്യൂബിലായാലും കാസറ്റിലായാലും CD-യിലായാലും ഏതിലാണെങ്കിലും തപ്പി നോക്കൂ. മീശമാധവനിലെ പാട്ടുകൾ എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരിൻ്റെ കൂടെയാണ് ഈ എലവത്തൂർ കായലും കിടക്കുന്നത്. വെങ്കടങ്ങ് മരിച്ചപ്പോൾ, അറുമുഖം വെങ്കടങ്ങ് മരിച്ചപ്പോൾ മീശമാധവൻ്റെ സംവിധായകൻ ലാൽ ജോസ് ആണ് ഈ സത്യം പുറത്തു പറഞ്ഞത്. അറുമുഖൻ വെങ്കടങ്ങുമാരെ അംഗീകരിക്കാത്തവർ RLV രാമകൃഷ്ണനെയും അംഗീകരിക്കില്ല. അതാണ് ഈ കേരളത്തിൻ്റെ ഒരു കുഴപ്പം. അടുത്തൊരു ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി, നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന രാധാകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചില വരേണ്യവർഗത്തിൽ പിറന്ന ചിലർ രാധാകൃഷ്ണൻ ചേട്ടാന്ന് വിളിക്കും. പക്ഷേ അച്ഛനോളം പ്രായമുള്ള രാധാകൃഷ്ണൻ ജനിച്ച സമുദായത്തിലുള്ളവരെ പേര് പറഞ്ഞ് വിളിക്കും. ചിലപ്പോൾ എവിടെ പോണ്, ചാവിടിച്ചാ എവിടെ പോണ്, ഇങ്ങനെ പേര് പറഞ്ഞ് വിളിക്കും. പക്ഷേ രാധാകൃഷ്ണനെ രാധാകൃഷ്ണൻ ചേട്ടാ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാധാകൃഷ്ണൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ്റെ പ്രായമുള്ളവരെയൊക്കെ കയറി പേര് വിളിക്കുകയും
എന്നെ രാധാകൃഷ്ണൻ ചേട്ടാ എന്ന് വിളിക്കേണ്ട, രാധാകൃഷ്ണ എന്ന് വിളിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയേണ്ടി വന്നു. ഇതാണ് മലയാളിയുടെ ബേസിക് സ്വഭാവം. മോഹിനിയാട്ടത്തിൽ മോഹിനി ആയിരിക്കണം കളിക്കുന്നവർ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അവരുടെ ബ്രസ്റ്റ് കൊണ്ട് ചിലത് കാണിക്കാനാകണമെന്നാണ് അവർ പറഞ്ഞത്. എന്തൊരു അശ്ലീലമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പെണ്ണും പിള്ള അവരുടെ മക്കളെ പ്രായമുള്ള കുറേ പത്രപ്രവർത്തകർ ക്യാമറയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പ് എന്നാണ് പറയുകയാണ്, മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനിയാവണം, കാരണം അവരുടെ ബ്രസ്റ്റ് കൊണ്ട് ചില കാര്യങ്ങൾ കാണിക്കണം. നിന്ന് കുലുക്ക് കുത്തുണ്ടോ അവിടെ മോഹിനിയാട്ടത്തിൽ? ഈ തള്ളയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആണുങ്ങൾ കളിച്ചാൽ അതിനെന്ത് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ തൈക്കളവി ചോദിക്കുകയാണ്, ഇങ്ങനെ ബ്രസ്റ്റ് വെച്ച് മോഹിനിയാട്ടത്തിൽ ചില നമ്പറുകൾ കാണിക്കാണ്ട് ആണുങ്ങളപ്പോൾ മോഹിനിയാട്ടം കളിച്ചാൽ എന്തിനു വെച്ച് കാണിക്കുമെന്നാണ് ചോദിക്കേണ്ടത്. മറുപടി എൻ്റെ ഉണ്ട്, പക്ഷേ ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭരതനാട്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരതൻ്റേതാണെന്ന് ഇവർ പറയുമായിരിക്കും നാളെ. അങ്ങനെ പറയും ചിലപ്പം. ഭരതൻ കാല് കവച്ച് വെച്ചാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ഈ സ്ത്രീയോട് തന്നെ ചോദിക്കണം. എവിടെ വെച്ച് കണ്ടാലും, ഇനി ഞാൻ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടെ വെച്ച് കണ്ടാലും ഈ മോഹിനിയാട്ടത്തിൽ കവച്ച് വെച്ച് എന്താ കണ്ടേ എന്ന് ചോദിക്കണം. ഇവരെ കാണുമ്പോഴൊക്കെ ചോദിക്കണം, കാല് കവച്ച് വെച്ചാൽ പ്രശ്നമുണ്ടോ മാഡം എന്ന് ചോദിക്കണം. ഇനിയും ഇതും പറയും, ഇതിനപ്പുറം പറയും, തെളിവുണ്ടെങ്കിൽ പോയി പോലീസിൽ പരാതി വിടുന്നാണ് പറഞ്ഞത്. ചങ്കൂറ്റത്തോടെ ക്യാമറയുടെ ഫ്രണ്ടിൽ പറയാണ്. ഞാൻ ഈ പറഞ്ഞതുമല്ല, ഇതിനപ്പുറവും പറയും. പോലീസും കോടതിയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ല, ചുണയുണ്ടെങ്കിൽ കേസ് എടുക്കട്ടെ എന്നാണ് ഈ പെണ്ണുമ്പിള്ള വെല്ലുവിളിക്കുന്നത്. കോടതിയും വെല്ലുവിളിക്കുന്നു, പോലീസിനെയും വെല്ലുവിളിക്കുന്നു. മലയാളി ഇത്തരം അഴിഞ്ഞാട്ട വർത്തമാനങ്ങളെ പുല്ലും വകവയ്ക്കില്ല, ഒറ്റക്കെട്ടായി നേരിടും എന്ന് തെളിയിച്ചതാണ് എനിക്ക് ആകെ ഉണ്ടായ ഒരു സന്തോഷം. കാരണം ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയം നോക്കിയില്ല, ജാതി നോക്കിയില്ല, മതം നോക്കാതെ മലയാളികൾ മുഴുവൻ അറിഞ്ഞം പുറഞ്ഞം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ സ്ത്രീയെ തള്ളക്കി വിളിക്കുകയാണ്. പുലയാടി മക്കൾക്കു പുലയാണു പോലും, പുലയന്റെ മകനോട് പുലയാണു പോലും. പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ? പറയുമോ പുലയാടി മക്കളെ? എനിക്ക് വരുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് പോസ്റ്റ് ഇങ്ങനെ വരികയാണ് എനിക്ക്. അതുപോലെ ഒരുപാട് പേര് വിളിച്ചു, സാർ കേട്ടില്ലേ ഒരു പെണ്ണുമ്പിള്ള കടന്ന് അലവലാതി വർത്താനം പറഞ്ഞത്, പ്രതികരിക്കുന്നില്ലേ? ഞാൻ പ്രതികരിക്കാം, ഞായറാഴ്ച പ്രതികരിക്കാം. ഉടൻ പ്രതികരിക്കണമായിരുന്നു സാറേ. ഒരുപാട് പേര് ഉടൻ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല, എനിക്ക് സമയം വേണം, ഞാൻ ഇതൊക്കെ ഒന്ന് പഠിച്ച് ഞാൻ പ്രതികരിക്കാം ഞായറാഴ്ച എന്നാണ് അവരുടെ പറഞ്ഞു. ആളുകളുടെയൊക്കെ ക്ഷോഭം കാണണം. ഈ സ്ത്രീയെ റോഡിലൊക്കെ കിട്ടിയാൽ ചിലപ്പം കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ ചെരിപ്പൂരി എറിയും, അല്ലെങ്കിൽ മുഖത്തിട്ട് അടിച്ചു കൊടുക്കും. അത്ര ക്ഷോഭമുണ്ട് ആൾക്കാർക്ക്. എൻ്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനെ കൊണ്ടുവന്ന് കളിപ്പിക്കുമെന്ന് സുരേഷ് ഗോപി പരസ്യമായിട്ട് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. സുരേഷ് ഗോപി പറയുകയാണ്, എൻ്റെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഞാൻ രാമകൃഷ്ണനെ കളിപ്പിക്കും. അദ്ദേഹം സുരേഷ് ഗോപി ചോദ്യ നക്ഷത്രക്കാരനാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തെ ചോദ്യ നക്ഷത്രത്തിലാണ് അവിടെ പൂജയൊക്കെ നടക്കുന്നത്. അപ്പോൾ RV രാമകൃഷ്ണൻ ആ ദിവസം ഇല്ല, അയാൾ വേറെ ഏതോ പ്രോഗ്രാം ഏറ്റിരിക്കുകയാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല. സാഹിത്യകാരന്മാരായ അശോകൻ ചെരുവിൽ, ജോയ് മാത്യു, സച്ചിദാനന്ദൻ, നമ്മുടെ ഞാൻ പേര് പറയില്ല എന്ന് പറയുന്ന പ്രശസ്തനായ ഗാനരചയിതാവ് ഹരീഷ് വാസുദേവ്, നീന പ്രസാദ്, മേതിൽ ദേവിക തുടങ്ങി ഒരുപാട് പേര് പരസ്യമായി പ്രതികരിച്ചു. എന്നെയും ഒരുപാട് പേർ വിളിച്ച് പിന്തുണ പറഞ്ഞു എന്നാണ് ആ സ്ത്രീ തള്ള പറയുന്നത്. പത്രക്കാർ പറഞ്ഞു, അല്ല മാഡം, മേതിൽ ദേവിക, നമ്മുടെ നീന പ്രസാദ്, ഹരീഷ് വാസുദേവ്, മറ്റേ സച്ചിദാനന്ദൻ, ജോയ് മാത്യു, ഇവരെല്ലാം നിങ്ങൾക്കെതിരെ പ്രതികരിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നെയും ഒരുപാട് പേര് വിളിച്ച് എന്നോട് പിന്തുണ പ്രഖ്യാപിച്ചു. ഞാൻ പേര് പറയില്ല എന്നാണ് അവർ പറയുന്നത്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവരെ താങ്ങാനും ആളുണ്ടെന്ന് വരുമ്പോൾ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. ഇതേ ഐറ്റംസിലുള്ള ഏതെങ്കിലുമൊക്കെ കൂതറകളായിരിക്കും അവരെ വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ചത്. നന്നായി സത്യഭാമേ, നിങ്ങൾ ഇത്രയല്ലേ കാണിച്ചുള്ളൂ, കുറച്ച് തുണിയൂടെ പൊക്കി കാണിക്കണമായിരുന്നു എന്ന് പറഞ്ഞാണ് പ്രോത്സാഹിപ്പിച്ച് വിടും. കാരണം ഇവള് 2 വാങ്ങട്ടെ എന്നല്ലേ ആളുകൾ വിചാരിക്കുള്ളൂ. വട്ടാണ്, കയറ്റി വിട്ടു കൊടുത്താൽ എന്ത് പോക്കൃത്തിനും പറയും, എന്ത് പോക്കൃത്തിനും കാണിക്കുമെന്ന് ആളുകൾക്ക് തോന്നിക്കാണും. അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചായിരിക്കും ഇവരെ പിന്തുണ പ്രഖ്യാപിച്ചത്. ഇവർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവർ പറയാണ് ഞാൻ RLV രാമകൃഷ്ണനെ പറഞ്ഞിട്ടില്ല, ചാലക്കുടിയിൽ ഒരുപാട് മോഹിനിയാട്ട വേന്ദ്രന്മാരുണ്ട്, ഒരുത്തനുമില്ല. അല്ലെങ്കിൽ ഈ സ്ത്രീ പറയണം, ഞാൻ അങ്ങനെ പറഞ്ഞത് കാക്കയുടെ നിറമുള്ള RLV രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഞാൻ RLV അല്ല പറഞ്ഞത്, ഇത് ഇന്ന ആളിനാണെന്ന് ഇവർ പറയണ്ടേ? അപ്പോൾ കേസ് വരും, രാമകൃഷ്ണൻ കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞത് രാമകൃഷ്ണൻ കേസൊന്നും കൊടുക്കല്ലെന്നേ. മുമ്പൊരിക്കൽ നിങ്ങളെ KPSC ലളിത കളിക്കാനുള്ള സ്റ്റേജ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോൾ നിങ്ങൾ ഇതുപോലെ സങ്കടപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അന്ന് പറഞ്ഞ ഉത്തരം തന്നെ ഇപ്പോഴും പറയുന്നു. രാമകൃഷ്ണ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ കലാഭമണിയുടെ അനുജൻ എന്നുള്ള ഐഡൻറ്റിറ്റി പോലും നിങ്ങൾക്ക് വേണ്ടാന്നേ. നിങ്ങൾ സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത പുരുഷനാണ്, ചെറുപ്പക്കാരനാണ്. നിങ്ങൾ എന്തിനേ ഈ പറയുന്ന സത്യഭാമമാരുടെയും KPC ലളിതമാരുടെയും ഒന്നും ഒരു അവകാശവും ഒരു എന്താ പറയുക ഔദാര്യവും നിങ്ങൾക്ക് വേണ്ട. അല്ലാതെ തന്നെ നിങ്ങളെ കേരളത്തിലെ ജനത്തിനറിയാം, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ എന്താ പറയുക പൊന്നുപോലെ ബഹുമാനിക്കും. ചാലക്കുടിയിൽ ഒരുത്തനുണ്ട്, കണ്ടാൽ കാക്കയെ പോലെ ഇരിക്കുന്ന നിറം എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. കാല് കവച്ച് വെച്ച് മോഹിനിയാട്ടം ആണുങ്ങൾ നടത്തിയാൽ അരോചകമായിരിക്കുമെന്ന് എവൻ അറിഞ്ഞുകൂടാ എന്നൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞത്. വേറെന്തോ പഠിച്ചിട്ട് ഇപ്പോൾ അവൻ മോഹിനിയാട്ടം കളിക്കുന്നു, മോഹിനിയാട്ടം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ചുരുക്കമുണ്ടായത്. കാരണം ഇവർ പഠിപ്പിക്കാൻ ഈ കുറേ പിള്ളേരെ ഇവർക്ക് കിട്ടുമെന്നാണ് ഇവർ വിചാരിച്ചെന്ന് തോന്നുന്നു. രാമേഷൻ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ചുരുക്കമാണോ എന്ന് എനിക്കറിയില്ല. ഇവനെ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്നാണ് പറയുന്നത്. ഏതോ ഒരു ചാനലിൽ ഞാൻ നോക്കുമ്പം രാമേഷൻ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ അമ്മ മരിച്ചുപോയി, അപ്പോൾ അമ്മയും ഇല്ല അച്ഛനും ഇല്ല ജ്യേഷ്ഠനും ഇല്ലാത്ത ഒരു അനാഥനെ പോലെ ആയിപ്പോയൊരു ചെറുപ്പക്കാരനല്ലേ. ജീവിതത്തിലും അയാൾ കലാരംഗത്ത് വലിയ പേരൊക്കെ ഉണ്ടാക്കിയെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ ഒറ്റയാനല്ലേ, ആരുമില്ലല്ലോ, അയാൾക്ക് വേണ്ടപ്പെട്ട ആരുമില്ല. അയാളെ മുഖത്ത് നോക്കി ഈ സ്ത്രീ പറയാണ് പെറ്റ തള്ള സഹിക്കില്ല എന്ന് RLV രാമേഷൻ. എന്നിട്ട് ഈ തള്ള എന്നെ പറഞ്ഞു, ഞാൻ RLV രാമേഷനല്ല പറഞ്ഞത്, ചാലക്കുടിയിലെ വേറൊരു മോഹിനിയാട്ടക്കാരനാണ് പറഞ്ഞത്. അതിനും എൻ്റെ ഉത്തരവുണ്ട്, ഞാൻ പറയുന്നില്ല. കാരണം സഭ്യത ഒരുപാട് ഇപ്പം തന്നെ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. ഈ കിളവിയെപ്പറ്റി പറഞ്ഞാൽ ഞാൻ വല്ലതുമൊക്കെ വിളിച്ച് പറഞ്ഞോളൂ, അതാണ് പ്രശ്നം. ഇവനെ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്ന്, ദൈവവും സഹിക്കില്ല ഇവനെ കണ്ടാലെന്നാണ് പറഞ്ഞത്. എന്താ അരോചകമാണ് RLV രാമേഷൻ്റെ മുഖത്ത് അവർ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമ ഡാൻസ് കളിക്കുന്നവരെ കലാകാരിയായി കാണില്ലത്രേ ഈ സ്ത്രീ. ഒരു പരിചയമില്ല. ഇല്ല. പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് RLV പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമല്ല അറിയണ്ടോ? അറിയണോ? അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലാ അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട്. ഒരു കലാകാരിക്ക് ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ മാഡം? ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ ഒരു കലാകാരിക്ക്? എന്റെ വീടാ, മനസ്സിലായില്ല? അതുകൊണ്ട് എന്തോ ആവാം, അതുകൊണ്ട് എന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ എന്തുമാകാം. സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങളുടെ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യിൽ തെളിവുണ്ട്. ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? കേൾക്കണം, മാഡത്തിന് പറയാനുള്ള കേൾക്കണം. പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേൾക്കും. അതിന്റെ മറുപടി കേട്ടിട്ട് പോകണം. അങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം. അങ്ങനെ പറയുന്ന കേട്ടിട്ട് പോകാനല്ലോ, കേട്ടിട്ട് പോകാനല്ലോ. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും. ധാർഷ്ട്യത്തോട് പറഞ്ഞാൽ ചോദിക്കുമല്ലോ. ഇല്ല, റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കയറ്റൂല എന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ്, മനസ്സിലായില്ല? നിങ്ങൾ എന്തിനാ വന്നേ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല. വരൂല. പിന്നെ വരും. വരണ്ട ആവശ്യമുണ്ട്. പോയാ മതി, ഇത്രയൊക്കെ മതി. സിനിമയിൽ കളിക്കുന്നവരൊന്നും കലാകാരിയല്ലെന്നാണ് പറഞ്ഞത്. പത്മിനി മുതൽ ശോഭന, മഞ്ജു വാര്യർ, മഞ്ജു ഭാർഗവി, പത്മ സുബ്രഹ്മണ്യം, താര കല്യാൺ തുടങ്ങി അവരെ ഒന്നും ഈ തൈക്കളവി സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഇവരെയൊന്നും ഞാൻ നർത്തകിമാരായിട്ട് അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. നാട്യശാസ്ത്രത്തിൽ കറുപ്പും വെളുപ്പും പറഞ്ഞിട്ടുണ്ട് അത്രേ. പഠിക്കാൻ ആര് വന്നാലും കാശ് മേടിച്ചിട്ട് പഠിപ്പിക്കും, പിന്നെ കാര്യം പറയും. അതായത് നീ പഠിച്ചോ, സ്റ്റേജിലൊന്നും നിന്നെ ഞാൻ കയറ്റില്ല, നീ സ്റ്റേജിലൊന്നും കറുത്തവന്മാരൊന്നും സ്റ്റേജിൽ കയറണ്ട എന്ന് പറയുമെന്നാണ് അവർ പറയണേ. എനിക്ക് തോന്നുന്നത് പറയും, വ്യക്തിയുടെ പേര് പറയില്ല, എന്നാലേ കുഴപ്പമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത്രയും ബുദ്ധിയുണ്ട് കേട്ടോ സ്ത്രീക്ക്. നല്ല തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ RLV രാമേഷൻ്റെ പേര് പറയണ്ടേ, പുളിക്കും. അതുകൊണ്ട് പറയാണ്, ഞാൻ വ്യക്തിയുടെ പേര് പറയില്ല, എന്നാലേ കുഴപ്പമുണ്ടാവൂ എന്നാണ് അവർ ചോദിക്കുന്നത്. പറഞ്ഞ ഒരു വാക്കിലും കുറ്റബോധമില്ല എന്നാണ് സ്ത്രീ പറയുന്നത്. ഏതോ ഒരു ചാനലുകാരൻ ചോദിക്കുന്നുണ്ട്, ഇതാ ഇവിടെ വച്ച് എൻ്റെ അറിയാവുന്ന ഒരു നാക്കുപിഴ വന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം അവസാനം. നാക്കുപിഴയൊന്നുമില്ല, ഞാൻ നല്ല ബോധപൂർവ്വം തന്നെയാണ് പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. എന്നെ വെറുതെ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇലക്ഷനായിപ്പോയി, തെരഞ്ഞെടുപ്പായിപ്പോയി കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് തട്ടി അകത്താക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷനായതുകൊണ്ട് എല്ലാവർക്കും പേടിയല്ലേ. കാരണം ഇപ്പോൾ പിണറായി പിടിച്ച് ആഭ്യന്തരം കയ്യിലിരിക്കുന്നതുകൊണ്ട് പിടിച്ച് അകത്തിട്ടാൽ അതിനെതിരെ പോകാൻ മറ്റ് പാർട്ടിക്കാർ ശ്രമിക്കും, മറ്റ് മുന്നണികൾ ശ്രമിക്കും എന്നുള്ള പേടിയുണ്ടായിരിക്കും. അതാണ് ഇപ്പോൾ ഈ ജാസി ഗിഫ്റ്റിൻ്റെ കാര്യത്തിലായാലും ശരി, ഈ പറഞ്ഞ സത്യഭാമയുടെ കാര്യത്തിലായാലും ശരി, പോലീസ് കണ്ണടച്ച് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. കാരണം തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയല്ലേ. പത്രപ്രവർത്തനം പോലെയല്ല മോഹിനിയാട്ടം എന്നാണ് അവർ പത്രക്കാരോട് പറയുന്നത്. നല്ല സൗന്ദര്യം വേണം. ആ സ്ത്രീ സ്വയം മാർക്കിടുകയാണ്. ഞാൻ 66 വയസ്സിലും കണ്ടില്ലേ, നല്ല കൂട്ടത്തിയായിട്ടിരിക്കുന്നില്ലേ എന്നാണ് ചോദിക്കണേ. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വല്ല കുഴപ്പവും ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. സ്വയം ചോദിക്കുകയാണ്. എനിക്ക് 66 വയസ്സായി, എനിക്ക് എന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിപ്പോഴും എല്ലാത്തിനും റെഡിയല്ലേ എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ അവർ പറയുന്നു, എനിക്ക് അവസരങ്ങൾ അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. അതാണ് അവരുടെ ചുരുക്ക്. RLV രാമേഷനെ കൊണ്ടു കിടക്കാൻ ആളുണ്ട്. പക്ഷേ ഈ സത്യഭാമയെ ഈ കൂതറയാക്കും വേണ്ട, അതാണ് പ്രശ്നം. അവസരങ്ങളില്ല, ആരും എന്നെ ഉൾപ്പെടെയുള്ളവരുടെ ഇൻ്റർവ്യൂ എടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ എനിക്കൊന്ന് ലൈവിൽ നിൽക്കണം, അത് നടക്കുന്നില്ല, അതാണ് പ്രശ്നം. സൗന്ദര്യം തീരെ ഇല്ലാത്തവർ മോഹിനിയാട്ടത്തിന് വരരുത്. ഭംഗിയും സൗന്ദര്യവും ഉള്ളവർ
കളിക്കുന്ന മോഹിനിയാട്ടത്തിനെ ഭംഗിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്നെ ഇനി ആരും കെട്ടണ്ട എന്ന് അവർ പറയുന്നു. 66 വയസ്സായവരെ ഇനി ആരും കെട്ടാൻ? അതുപോലെ ഇതുപോലുള്ളൊരു തലവേദന കേസിന് ആരെങ്കിലും കെട്ടുമോ? ക്ഷണിക്കാതെ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ചോദ്യമോ അവർ ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മളെ ആരിഫണ്ണം വിളിച്ചോലെ മോഹൻ എന്ന് കടത്തണ്ണി ഇരുന്ന് വിളിച്ചില്ലേ, അതുപോലെ രാമു രാമു എന്ന് വിളിക്കുന്നു, കാപ്പാത്തുങ്കോ എന്ന് വിളിക്കുന്നു. പക്ഷേ ഒരു രാമുവിനെയും ക്യാമറയുടെ ഫ്രെയിമിലേക്ക് കണ്ടില്ല. അവാർഡും പേവാർഡും കിട്ടാത്ത എന്നെ പോലെയുള്ളവർക്ക് പത്രക്കാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാനൊരു കലാകാരി എന്നുള്ള സർട്ടിഫിക്കറ്റ് പത്രക്കാരുടെ വേണ്ട എന്നാണ് പറഞ്ഞത്. എനിക്കൊരു അവാർഡും കിട്ടിയിട്ടില്ല, ഒരു പേവാർഡും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും. കാക്കയെ പോലെ തന്നെയാണ് അയാൾ അത് ഞാൻ പറയില്ല എന്ന്. കാക്കയെ പോലെ തന്നെയാണ് അയാളെന്ന് ഏതോ അടുത്ത ഒരു ചാനലുകാരി ചെന്ന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറയുകയാണ്. സങ്കടം സന്തോഷം എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ കറുപ്പ് വെളുപ്പ് ഇതൊക്കെ ഉള്ളതാണ് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. കറുത്ത കുട്ടി വെളുത്ത കുട്ടിക്ക് താഴെ തന്നെയാണെന്ന് അവർ പറയുന്നു. എന്ത് അടിസ്ഥാനത്തിൽ അവർ പറയുന്നു? ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരനായി ജനിച്ച KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. അതിൻ്റെ മുകളിൽ ഈ പെണ്ണുമ്പിള്ള ഈ തള്ള കൊണ്ടുവന്ന് ആരെ വയ്ക്കും? ഞാൻ ചോദിക്കണം, ആരെ വയ്ക്കും? ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആ മഹദിയുടെ മുകളിൽ വയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു വെളുത്ത നിറത്തിലുള്ള എന്ത് തോന്നിവാസവും പറയാമെന്നുള്ളൊരവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പച്ചയ്ക്ക് പറയണം, എന്നിട്ട് പറയണം ഞാൻ ഒരു വാക്കും പിൻവലിക്കില്ല എന്നാണ് പറയുന്നത്. വികലാംഗന് നർത്തകനാകാൻ കഴിയില്ല എന്നാണ് ഇവർ അടുത്ത കണ്ടുപിടുത്തം. ഈ ജന്മം കൊണ്ട് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അന്ധവിദ്യാലയത്തിൽ, സർക്കാരിൻ്റെ ഒരു അന്ധവിദ്യാലയത്തിൽ അവരുടെ വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര മിടുക്കിയായ ഒരു ടീച്ചറെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അവരും കാഴ്ചയില്ലാത്തവരാണ്. സ്മിത എന്നാണ് ടീച്ചറുടെ പേര്. സ്മിത എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു ഈ കണ്ണ് കാഴ്ചയില്ലാത്തതിൽ ടീച്ചർക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പറഞ്ഞത്, ദിനേശ് ചേട്ടാ ആവശ്യമില്ലാത്ത അവയവങ്ങളിലൊന്നാണ് കണ്ണ്, ഒരാവശ്യമില്ല ചേട്ടാ. അവരവരുടെ കുറേ കഥകൾ എന്നോട് പറഞ്ഞു. അവരിവിടുന്ന് ബസ് കയറി ഒരാവശ്യത്തിന് കോതമംഗലത്ത് പോയിട്ട് അവിടെ കാണേണ്ട ആളിനെല്ലാം കണ്ടിട്ട് രാത്രി അവിടുന്ന് ബസ് കയറി രാത്രി 12 മണിക്ക് ശേഷം വന്ന് തമ്പാൻ്റെ ഇറങ്ങിയിട്ട് അവിടെ ഫുഡ് കിട്ടുന്ന എവിടെയെന്ന് അന്വേഷിച്ച് അവിടെ പോയി ആഹാരം കഴിച്ചിട്ട് ആട്ടോയിൽ കയറി അവർ താമസിക്കുന്ന കരമനയ്ക്ക് അടുത്തുള്ള സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിൽ അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ അവർ പോകും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പേടിയില്ലേ? കണ്ണുള്ളവർക്ക് പോലും ഇങ്ങനെയൊക്കെ പാതിരാത്രി ആട്ടോയിൽ സഞ്ചരിക്കാൻ പേടിയാണ്. കാരണം ഈ കൊണ്ടുപോകുന്ന ആട്ടോക്കാരൻ അല്ലെങ്കിൽ അവൻ്റെ കൂടെ വരുന്ന ശിങ്കിടി ആരാണെന്ന് അറിയാൻ പറ്റില്ല. എനിക്കൊരു പേടിയില്ല ഏട്ടാ. എന്നോട് എന്തെങ്കിലും മോശത്തരം കാണിച്ചാൽ അതിനുള്ള വകുപ്പൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ടു കിടക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, എന്തൊക്കെയാണ് കൊണ്ടു കിടക്കുന്നതെന്ന്. ഞാൻ പൊട്ടി ചിരിച്ചു പോയി സ്മിത പറയുന്ന കേട്ടപ്പോൾ. അപ്പോൾ ആ സ്മിത വിളിച്ചിട്ടാണ് ഞാൻ ഈ ഉദ്ഘാടനത്തിന് പോയത്. ആ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ, അവരെ കൊണ്ടുവന്ന കൂടെ ഇരിക്കുന്ന അമ്മമാരെ കണ്ടപ്പോൾ, ആ അമ്മമാരുടെയൊക്കെ മുഖത്തുള്ള സ്ഥായിയായ ദുഃഖഭാവം കാണണം. കാരണം ഈ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു തോന്നലായിരിക്കാം. ഞാൻ അവിടെ പ്രസംഗിച്ചവൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന് കണ്ണില്ല, അതാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഈ കുരുന്നുകളെ ഇങ്ങനെ വർണ്ണാഭമായ ലോകത്ത് അവർക്ക് കാഴ്ച നൽകാത്തതെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്ത്രീ പറയുന്നത് കേട്ടോ, വികലാംഗന് നർത്തകനാവാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. സൗന്ദര്യമുള്ള ആണുങ്ങൾ കളിക്കട്ടെ എന്നും അവർ പറയുന്നു. അപ്പോൾ എനിക്ക് ബലമായി അപ്പോഴേ തോന്നിയൊരു സംശയം, സൗന്ദര്യമില്ലാത്ത RLV രാമകൃഷ്ണൻ മോഹിനിയാട്ടത്തിന് കാല് കവച്ച് വയ്ക്കാൻ പാടില്ല, പക്ഷേ സൗന്ദര്യമുള്ള ആണുങ്ങൾക്ക് കവച്ച് വയ്ക്കാമെന്ന് ഇവരവിടെ നോക്കിക്കൊണ്ടിരിക്കുമോ? ഈ പെണ്ണും പിള്ളയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കലാമണ്ഡലത്തിൻ്റെ പേര് കളയാനായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക മന്ദബുദ്ധി ഇറങ്ങിയിരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഞങ്ങൾക്ക് തിയറിയിലെ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ. ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട്. മനസ്സിലായ എന്തോന്നെ? ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും. ഒരിക്കലും മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല്ല. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഒരു കുറ്റബോധമല്ലേ. ഞാൻ ഇനിയും പറഞ്ഞു. ചാലക്കുടിയിൽ പ്രശസ്തനാണ് ഞാൻ പറഞ്ഞ ആള്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, ചാലക്കുടിയിൽ പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത ഒരാളേ ഉള്ളൂ, അത് രാമകൃഷ്ണല്ലേ. രാമകൃഷ്ണനാണെന്ന് ആര് പറഞ്ഞു? അവിടെ ഒരുപാട് പേര് മോഹിനിയാട്ടത്തിൻ്റെ ആൾക്കാരുണ്ടെന്നാണ് ഈ പെണ്ണുപിള്ള പറയുന്നത്. കലാമണ്ഡലം എന്ന പേര് ഉപയോഗിക്കാൻ സമ്മതിക്കരുത് എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കലാമണ്ഡലത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ പേര് അതിൻ്റെ എന്തോ ഒരു ഇൻഡാസ് ഇറക്കിയിട്ടുണ്ട്. അയാൾ ആര് അത് പറയാനെന്നാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ ഒരു കോപ്പം കൊണ്ടാണ് നടക്കുന്നത്, അല്ലാതെ RLV രാമകൃഷ്ണൻ പഠിച്ച പോലെ ഒരു പുല്ലും പഠിച്ചിട്ടില്ല. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കലാമണ്ഡലത്തിൽ. അപ്പോൾ കലാമണ്ഡലം ക്ഷേമാവതി എന്നൊക്കെ പറയുന്ന പോലെ, കലാമണ്ഡലം വിമല മേനോൻ എന്നൊക്കെ പറയുന്ന പോലെ
അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് ഞാൻ നേരത്തെ പേരുകൾ പറഞ്ഞില്ലേ, അതുപോലെ എനിക്കും വയ്ക്കാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമുള്ള മോഹിനിയാട്ടത്തിൽ മനോഹരമായ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി പത്മശ്രീ വരെ വാങ്ങിച്ച ഒരു പാവം കലാകാരിയുടെ പേരിനെ ഈ ഡമ്മി, മല്ലിയ ചേച്ചി പറഞ്ഞ തന്നെ പറയാം, ഈ ഡമ്മി സ്ത്രീ കലാമണ്ഡലം സത്യഭാമ എന്ന് ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ വേറെ വല്ല കൂതറ പേര് വിടണമെന്നേ. എന്തിനാണ് ആ വലിയ മരിച്ചുപോയ ആ മഹതിയുടെ പേരിനെ കളങ്കപ്പെടുത്താൻ? കാരണം എല്ലാവരും അവരെയല്ലേ ചീത്ത വിളിക്കണേ, അവരല്ല ഇവരെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ പറയാണ് കലാമണ്ഡലം എന്ന പേര് ഉപയോഗിക്കാൻ സമ്മതിക്കരുതെന്ന് പറയാൻ സജി ചെറിയാൻ ആര് എന്നാണ് ചോദിക്കുന്നത്. ഇലക്ഷൻ്റെ കാര്യമൊന്നും ഓർക്കരുത് സജി ചെറിയാൻ. എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഇതുപോലുള്ള കൂതറകൾ കലാമണ്ഡലത്തിൻ്റെ പേര് ഉപയോഗിക്കരുത് എന്ന് എന്തെങ്കിലും അർത്ഥശങ്കയ്ക്കിടയിൽ അത് കോടതിയിൽ പോയാൽ പോലും വിജയിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ കോടതി കൊണ്ടുവന്ന് കൊടുക്കണം. ഈ സ്ത്രീ കലാമണ്ഡലത്തിനെ വിറ്റ് തിന്നെയാണെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കണ്ടേ, അത് ചെയ്തില്ല. എൻ്റെ ധാർഷ്ട്യത്തെ ഒന്നും അളക്കാൻ നിങ്ങളായില്ല എന്നാണ് പത്രക്കാരോട് പറയുന്നത്. അത് ശരിയാ, അത് ശരിയാ. അതിനൊരു പഴമൊഴിയുണ്ട്, പക്ഷേ ഇവിടെ പറയാൻ പോകില്ല. പറഞ്ഞാൽ സെൻസർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് കേസാവാം. അല്ലെങ്കിൽ നല്ല പഴമൊഴി എനിക്കറിയാം, എനിക്ക് നല്ലൊരു പഴമൊഴി ഈ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കാം. ഈ എൻ്റെ ധാർഷ്ട്യത്തെ നിങ്ങൾ അളക്കണ്ട എന്ന് പറഞ്ഞാൽ കൃത്യമായ മറുപടി പറയാൻ പറ്റുന്ന ഒരു പഴമൊഴിയുണ്ട്, ഞാൻ പറയുന്നില്ല. എൻ്റെ അമ്മയെക്കുറിച്ചും എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും പത്രക്കാർ പറഞ്ഞു, നിങ്ങൾ ആരാ അത് പറയാനെന്നാണ് ചോദിക്കുന്നത്. മരിച്ചുപോയ തള്ളയും പറഞ്ഞു എന്നാണ് അവർ പറയണത്. എന്തിനാണ് ഈ ജന്മം തന്ന അച്ഛനെയും അമ്മയൊക്കെ ആളുകളെ കൊണ്ട് പറയിക്കുന്നതെന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഒരുത്തനെ പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുന്നു, കാക്ക പെറ്റ തള്ള എന്നെല്ലാം പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുന്നവനെ ഞാൻ കാക്കയുടെ നിറവെന്നും അല്ലെങ്കിൽ പെറ്റ തള്ള സൈക്കിള എന്നൊക്കെ പറയുന്നത് അതെല്ലാം മലയാളം വാക്കെന്നാണ് പറയണത്. സത്യഭാമയെ നിന്നെ മലയാളത്തിൽ വിളിക്കാനുള്ള ചില വാക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, വിളിക്കട്ടെ? നമ്പർ തന്നാൽ ഞാൻ ഫോണിൽ വിളിക്കാം, വേണമെങ്കിൽ കേസ് കൊടുക്കണേ കൊടുത്തോ. പക്ഷേ ചാനലിലായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അവർ പറയുന്നത് ആരെയും എന്തും മലയാള വാക്കുകളായതുകൊണ്ട് പറയാമെന്നാണ് പറയുന്നത്. മലയാളത്തിലെ കുറേ വാക്കുകൾ ഞാൻ നിന്നെ വിളിക്കാം, പ്രായം പോലും ബഹുമാനിക്കാതെ ഞാൻ പറയുകയാണ് നിന്നെയെന്ന്. ഒരു കലാകാരിയാണെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പല കഥകളിലും പറഞ്ഞിട്ടില്ലേ, വിദ്യയുടെ മൂർത്തരൂപമായ സരസ്വതി ദേവി ഇരിക്കുന്നത് താമരയുടെ പുറത്താണ്. അല്പം അഹങ്കാരം കാണിച്ചാൽ, അല്പം ഒരു വെയിറ്റ് കൊടുത്താൽ താമരത്തണ്ട് ഒടിഞ്ഞു പോകും. വരച്ചവന്മാർ വളരെ ബുദ്ധിപൂർവ്വം വരച്ചതാണ്. കാരണം എടാ കലാകാരി, നിങ്ങൾക്കൊരിക്കലും അഹങ്കാരം വരരുത് എന്ന് കാണിക്കാനാണ് അങ്ങനെ ചെയ്തത്. ആ സരസ്വതി ദേവിയോട് അല്പമെങ്കിലും ഭയഭക്തി ബഹുമാനം ഉണ്ടെങ്കിൽ ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ പറയുമോ? RLV രാമകൃഷ്ണന് ഗ്യാങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ പലതും എന്നെപ്പറ്റി മോശമായിട്ട് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ രാമകൃഷ്ണനെ തെറി വിളിച്ചാൽ ഇവരെല്ലാം കയറി പ്രതികരിക്കുന്നത് രാമകൃഷ്ണൻ ഗ്യാങ്ങിനെയും കൊണ്ട് നടക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമായിരിക്കണം ഇവരെയൊക്കെ പൊസിഷനിൽ ഇരുത്തുന്നവരെ വേണം പറയേണ്ടത് എന്നാണ് മേതിൽ ദേവിക്ക് പറയുന്നത്. ഒരു പൊസിഷനിലും ഇല്ല ദേവികായവർ. ഇവരെ കുറച്ച് കാലം എന്താ അവിടെ കലാമണ്ഡലത്തിൽ ഇരുത്തിയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പം പണി നന്നായി മേശരി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടു. മേതിൽ ദേവിക വിചാരിക്കുന്നത് ഇവരെ എപ്പോഴും അവിടെ കലാമണ്ഡലത്തിൽ എന്തോ ഒരു ഉയർന്ന പോസ്റ്റ് ഇരുത്തിയിരിക്കുന്നതാണ്. മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമായിരിക്കും ഈ സ്ത്രീക്ക് എന്നാണ്, അല്ലെങ്കിൽ ഈ പെണ്ണുമ്പിള്ളയ്ക്കെന്നാണ് അവർ പറയുന്നത്. ഇവരെയൊക്കെ പൊസിഷനുകളിൽ ഇരുത്തുന്നവരെ വേണം പറയാനെന്ന് പറയുന്നു. ഞാൻ സജി ചെറിയാൻ അടക്കമുള്ളവരോട് പറയുന്നു, LKG യുവജനോത്സവം നടക്കുന്നിടത്ത് പോലും ഈ സ്ത്രീയെ ഇനിയൊരു ജൂറിയായിട്ട് വിളിക്കരുത്. LKG കുട്ടികളുടെ അതിന് പോലും വിളിക്കരുത്. കാരണം ഇവരുടെ മണം അടിച്ചാൽ, ശ്വാസോച്ഛ്വാസം അടിച്ചാൽ ആ പിള്ളേർ വഴി തെറ്റും. അതുകൊണ്ട് വിളിക്കരുതെന്നാണ് എനിക്ക് സജി ചെറിയാനോട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരായ ബിന്ദുവിനോടും ശിവൻകുട്ടിയോടും പറയാനുള്ളത്. മോളെ സത്യഭാമേ, ഞങ്ങൾക്ക് കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണൻ കളിക്കുന്ന മോഹിനിയാട്ടം മതി എന്നാണ് ഹരീഷ് പേരടി എന്ന് പറഞ്ഞ നമ്മുടെ പ്രശസ്തനായ നടൻ പ്രതികരിച്ചത്. നല്ല ഭാഷയിൽ അങ്ങനെ വിളിച്ചിരിക്കുന്നത്. മോളെ സത്യഭാമേ, അദ്ദേഹം വിളിച്ച മോളെ നല്ല അർത്ഥത്തിലാണെന്ന് എനിക്കുണ്ട്. ഞാൻ കരുതുന്നത് അതിന് വേറെ അർത്ഥമാണ്. പോട്ടെ, ഞങ്ങൾക്ക് കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണൻ്റെ മോഹിനിയാട്ടം മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. കറുപ്പിനും രാമകൃഷ്ണനും ഒപ്പമെന്നും അദ്ദേഹം പറയുന്നു. ഇനി മോഹിനിയാട്ടം നടത്തുമ്പോൾ മുഖത്തും ശരീരത്തും വെള്ള പൂശരുത് എന്നും പേരടി പറയുന്നു. ഭൂമി കുലുങ്ങുമെന്ന് നമുക്ക് നോക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, വർണ്ണവെറി നടന്നു എന്നതിന് തെളിവില്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. തെളിവൊക്കെ വരുമെന്നേ. കൂമ്പിലിട്ട് 4 ഇടി വനിതാ പോലീസുകാർ ആരെങ്കിലും കൊടുത്താൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ രാമകൃഷ്ണനെ തന്നെയാണേ പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ തൂറിപ്പോകുമെന്ന് പറയും ഈ സ്ത്രീ. നല്ല 4 ഇടി ഇടിച്ചു കൊടുത്താൽ മതി പറയും. അവർ പറയുകയാണ് വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. കേരളത്തിലെ ഏതെങ്കിലും ഒരു LKG കുട്ടിക്ക് അറിഞ്ഞൂടെ ഇത് RLV രാമകൃഷ്ണനാണ്, അല്ലെങ്കിൽ ചാലക്കുടിക്കാരനായ രാമകൃഷ്ണനാണ് പറയുന്നത്, അവൻ കാക്കയുടെ നിറമുള്ളവനാണ്, അവൻ്റെ അമ്മയ്ക്ക് പെറ്റ തള്ളയ്ക്ക് പോലും സൈക്കിളിൽ അവൻ്റെ ഡാൻസ് കണ്ടാലെന്നൊക്കെ പറയുന്നത് രാമകൃഷ്ണനാണെന്ന് ആർക്കും മനസ്സിലാവും. പക്ഷേ ഈ തള്ള പറയുന്നത് വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, വർണ്ണവെറി നടന്നു എന്നതിന് തെളിവില്ല, പറഞ്ഞ പരാമർശത്തിൽ ഒരു കുറ്റബോധവും എനിക്കില്ല, ഞാൻ ഇനിയും പറയും എന്നാണ് പറയുന്നത്. സത്യഭാമേ, ഇനി ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ
എൻ്റെ ചാനലിൽ സൈബർ സെല്ലുകാർ പൂട്ടുമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അറഞ്ചം പുറഞ്ഞം വിളിക്കും നിന്നെ. ഇനി ആരെങ്കിലും ഇതുപോലെ പറ. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന, ആർക്കും ശല്യമില്ലാതെ 100% കലാകാരന്മാരായി ജീവിക്കുന്ന, കലാകാരികളായി ജീവിക്കുന്ന ആരെങ്കിലും ഇനി ഈ സ്ത്രീ പറഞ്ഞാൽ ഒരു സെൻസർ നിയമവും നോക്കൂല, ഒരു സൈബർ നിയമവും നോക്കൂല, അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചിരിക്കും ദിനേശ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കുറച്ചൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുക കളവി. എന്തിനാണ് വാ നിറച്ച് മറ്റേ ചുവപ്പ് മറ്റേ ഇതൊക്കെ വാരി തേച്ച് ഒരു 1.5 ഡിഗ്രി വലിപ്പത്തിൽ എന്തോ കാവ്യൊക്കെ വാരി മുഖത്തൊക്കെ അടിച്ച് ഡൈ തൊട്ടിയിൽ കലക്കി വെച്ച് തലയൊക്കെ മുക്കി പിന്നെ ആഢ്യത്തിൻ്റെ സിമ്പലായ സെറ്റ് മുണ്ടുമൊക്കെ കൊടുത്ത് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയണ മുഴുവൻ വികട സരസ്വതിയുടെ വാക്കുകളാണ്. എന്തിനാണ് ഈ വീട്ടിൽ കെട്ടിയവനെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മകനുണ്ടെങ്കിൽ ആ ഡൈവേഴ്സ് മറ്റേ പെൺകുട്ടി കേസ് കൊടുത്തിരിക്കുകയാണ്. 1-ാം പ്രതി മോനും 2-ാം പ്രതി തള്ളയും പോരെ. അപ്പോൾ ഡീസൻറ്റ് ഫാമിലിയാണ്. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ ഇനിയെങ്കിലും വീട്ടുകാരെ പറയിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചത്തുപോയ അച്ഛനെയും അമ്മയും നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് തള്ളയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കേരളത്തിലെ എനിക്ക് മലയാളികളോട് ഭയങ്കര അഭിമാനം തോന്നിയത് ആറതിൽ രാമകൃഷ്ണനെ പോലൊരു പാവം മനുഷ്യനെ ഈ സ്ത്രീ കാക്കയെന്നും പൂച്ചയെന്നൊക്കെ വിളിച്ചപ്പോൾ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഒറ്റക്കെട്ടായി പ്രതികരിച്ചതിൽ എനിക്ക് മലയാളികളോട് അഭിമാനം തോന്നുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും വാക്ക് ഈ പറഞ്ഞ 66 വയസ്സ് കഴിഞ്ഞ ഈ തള്ളയ്ക്ക് സൂട്ടബിൾ അല്ലാത്തത് ഞാൻ പറഞ്ഞു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ബോധപൂർവമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഏത് കേസ് വന്നാലും എവിടം വരെ വേണമെങ്കിലും ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മലയാളിയുടെ ആത്മാഭിമാനം നമ്മൾ വിറ്റ് തിന്നരുത്. ഇതുപോലുള്ള കിളവികൾ പലതും പറയും, അതിലൊന്നും മലയാളി കുലുങ്ങരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.